KP യോഗന്നാൻ തിരുമേനിക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഇലക്ഷനിൽ ആദരണീയനായ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു. അപ്പം മോശയുടെ ശവശരീരം എന്താ പാളയത്തിൽ വിട്ടുകൊടുക്കാഞ്ഞ്? ഈ 14 ദിവസം മരുന്നും കുത്തി ഈ നാട് നീളെ കൊണ്ട് നടക്കേണ്ട കാര്യം എന്തോ? കടലിനകത്ത് കെട്ടിത്താഴ്ത്തി മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. അവർ റോബോട്ടിന് ഹൃദയം കൊടുക്കാൻ പോകുന്നു, കമ്പ്യൂട്ടറിന് വെച്ച് മനുഷ്യനെ കൊടുക്കാൻ പോകുന്നു. സ്വോത്രം. 9G ഇൻ്റർനെറ്റ് വരുമോ? വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 1:3 വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി വരാൻ പോകുന്ന ഏക ലോക ഭരണത്തെപ്പറ്റി ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ലോകവും വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹമുഖം, അതിൻ്റെ മഹാസർപ്പം, വലിയ ശക്തി, അധികാരം, സിംഹാസനം കൊടുത്തു. ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ താളഗതികളെ ഇന്നലെ കാണിച്ചു. ആര് ഈ മൃഗത്തെ കാണും? വെളിപ്പാട് 17:8-9 വ്യക്തമായി യോഹന്നാൻ രേഖപ്പെടുത്തി. നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭം. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ജീവകുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കാണും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. ഈ ഭരണം ഇപ്പോൾ ദാനിയേൽ 8:23-24-25 അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ്, അവൻ്റെ അധികാരം വലുത്, സ്വന്തം ശക്തിയാലല്ല. പിശാച് അവൻ അധികാരം കൊടുക്കും, അതിശയകരമാമണ്ണം നാശം പ്രവർത്തിക്കും, ഉലകത്തെ അവൻ അവസാനിപ്പിച്ചു കളയും. അങ്ങനെ ഒരുവൻ ഭരണത്തിന് വരണമെങ്കിൽ ഇവിടെ ഒരു വല വരണമെന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. ആ വലയ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും. അതിനാസ്പദമായി www ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും വാട്സപ്പ് IMOയും ബോട്ടും ഇൻസ്റ്റാഗ്രാമും എല്ലാം വെളിപ്പാടിൽ 5W ഇന്നലെ പരിചയപ്പെടുത്തി. വെളിപ്പാട് 13:3-4-5-6-7 കുഞ്ഞുങ്ങൾ വരച്ചു കാട്ടി തന്നു. അതിനകത്ത് അവൻ മുറിവേറ്റവൻ വോണ്ട്, അവൻ അതിശയം വണ്ടർഫുൾ, അവൻ ആരാധന കൊതിയൻ വർഷിപ്പ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ശബ്ദം കേൾക്കുന്നത് വേഡ്. അത് കഴിഞ്ഞ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ, അതാ വാർ. 5W സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. നിങ്ങൾ കണ്ടു. ഒരേകലോക മതം കത്തോലിക്ക സഭ സകല മതത്തെയും പിടിക്കുന്നതായി ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടു. അതിനോടനുബന്ധിച്ച് കർഷക സമരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. നാളെ മുതൽ വീണ്ടും ഡൽഹിയെ ഞെട്ടിച്ചുകൊണ്ട് കർഷക സമരം ആരംഭിക്കുന്നത്. തീരത്തിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. അടുത്തതായി ഇന്നലെ രാത്രി നാം ചിന്തിച്ചു, ആൻറ്റി ക്രൈസ്റ്റ് ആര്? ഇവിടുത്തെ മോഡി സാറോ പിണറായി വിജയൻ ഒന്നുമല്ല. ആരാദ്യം വരും? ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളും ചെങ്കോലഗൂതയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല. രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. 49:17 ആൻറ്റി ക്രൈസ്റ്റ് ആര്? ദാൻ, ഇന്നത്തെ സിറിയ എതിർക്രിസ്തു വരുന്നു. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അതുകൊണ്ടാണ് ഇറാനും ഇസ്രായേലും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞാൽ ഇവൻ 2 കാര്യങ്ങൾ ചെയ്യും. മനുഷ്യനെ കാണും, സംസാരിക്കും. ദാനിയേൽ 7:8 ഇന്നലെ രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും 4മതൊരു മൃഗം കയറുന്നത് ഞാൻ കണ്ടു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ചത് വ്യത്യാസം. ഇതിന് 10 കൊമ്പുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ മടങ്ങി വരും. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിന് ഇന്നത്തെ ഭരണത്തെ തകർക്കും. രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം. അതാ ഇന്നത്തെ പണമില്ലാത്ത സാമ്പത്തിക മാന്യം. അങ്ങനെയെങ്കിൽ ഈ കൊമ്പുകളിൽ ചെറിയ കൊമ്പായ എതിർക്രിസ്തു, അവൻ്റെ കണ്ണ് ഇന്നത്തെ ലാപ്ടോപ്പിലും മൊബൈലും ക്യാമറ മനുഷ്യനെ അവൻ കാണും. അവൻ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ വരും. അതിനുശേഷം അവൻ സംസാരിക്കും. അതാ ഇന്നത്തെ ഗൂഗിൾ. അതിന് ഇന്നലെ ജോയിസ് മേയർ, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ, ശശി തരൂർ, ഇവിടുത്തെ പാറശാല ഹരീന്ദ്രൻ സഖാവിൻ്റെയൊക്കെ ശബ്ദം വോട്ടിന് വേണ്ടി കേട്ടെങ്കിൽ അന്ത്യദിനങ്ങളിൽ ഇസ്രായേലിൻ്റെ പർവ്വതനിര മെഗിദോ താഴ്വരയിൽ ഇരിക്കുന്ന OS ട്രാൻസ്ലേറ്റർ ലോകത്തോട് സാത്താൻ്റെ സംസാരം നിങ്ങളുടെ ചെവികളിൽ കേൾക്കും. സുന്ദർ പിച്ചയുടെ കയ്യിൽ നിന്നൊക്കെ ഇതൊക്കെ പോവും ഗൂഗിൾ. അവൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീര നാദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമയിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ വൻമഴ, പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ് ആ വീട് വീണില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം. എത്ര പ്രസംഗം കേട്ടും ആലിക്കോടും മണ്ണടിക്കോണത്ത് രക്ഷപ്പെടാതെ മണലിന്മേൽ പണിഞ്ഞ് കള്ളും കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിൻ്റെ മോഹങ്ങൾ ജീവിക്കുന്ന സഹോദര സഹോദരി, നിന്റെ വീട് വീഴുവാൻ കാലമായി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ട്,
അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. അതായിരുന്നു ഇന്നലെ രാത്രിയിൽ നമ്മുടെ പ്രഭാഷണം. രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവ കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ഈ രാത്രിയും പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ബൈബിളിനകത്തും പുറത്തുള്ള മാധ്യമങ്ങളിലും ടെലിവിഷനിലും കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുങ്ങൾ ഈ രാത്രിയും പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ആലിക്കോട് ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മക്കളെ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ഇന്ന് രാത്രി വീണ്ടും വെളിപ്പാടിലേക്ക്, വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം വായിച്ചാട്ടെ. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ച ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. യോഹന്നാനെ, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ എന്ത് സംഭവിക്കും? അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക. മേലാൽ എന്ത് സംഭവിക്കും? കണ്ണുകൾ ഒരു നിമിഷം കൂടെ അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രി കർത്തദാസൻ ശലോമോൻ പാസ്റ്റർ പറഞ്ഞോളൂ, പുറത്തൊരു മഴ, ചാറ്റൽ മഴ പെയ്യുമ്പോൾ അകത്തൊരു പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യട്ടെ. സ്വോത്രം. പണ്ടൊരു ഉപദേശി പറഞ്ഞ കാര്യമുണ്ട്, മഴയത്ത് കൺവെൻഷൻ വെക്കണം, അറിയാം ആരാ വരുന്നതെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷന് കടന്നു വന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കണം, കാട്ടാക്കടയിൽ നെയ്യാറ്റിൻകരയിൽ ഞാൻ സംസാരിച്ചു, ഭയങ്കര മഴ പെയ്യുക. സ്വോത്രം. അതിൻ്റെ ബാക്കി പത്രം ചാറൽ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, സ്റ്റേജിലും ചൂടില്ല. അതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഇന്ന് രാത്രി പാട്ടുപുസ്തകം എടുത്ത് വീശേണ്ട കാര്യമില്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. തറയിലും തണുപ്പുണ്ട്, കസേരയിലും തണുപ്പുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് വചനം കേൾക്കുക. ദേശമേ യഹോവയുടെ വചനം കേൾക്കുക. ഒരിക്കൽ കൂടി കണ്ണുകളടയ്ക്കുക. നയിൻ്റെ പട്ടണത്തിൽ ഒരു വിധവയുടെ പ്രത്യേകത, അവളുടെ ജീവിതത്തിൽ സുന്ദരനായ ഒരു ഭർത്താവുണ്ട്. കാലത്തിൻ്റെ യവനികയ്ക്കകത്തെപ്പോഴോ തൻ്റെ പ്രിയപ്പെട്ടവൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ ഏക ആശ്രയം 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച പൈതല. എന്നാൽ ചില ദിവസങ്ങൾ പൈതൽ മുൻപോട്ട് പോയപ്പോൾ ആ കുഞ്ഞിന് ഹല്ലേലൂയ ദീനം വന്നത് മരണപ്പെട്ടു. ആ സെമിത്തേരി ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം എന്താ, ശവമഞ്ചത്തിനകത്ത് വിലാപയാത്രയുമായി തൻ്റെ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ ആശകൾ അറ്റുപോയ സ്ഥാനത്ത് അവളുടെ നിലവിളിയുടെ നടുവിൽ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ എൻ്റെ നാഥൻ ആ ശവമഞ്ചത്തിന് നേരെ ഇറങ്ങി വന്നു. എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി കഴിഞ്ഞു. 2-ാം രാത്രി പറയണം, എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന നല്ല ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്ത നല്ല ദൈവം. ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ അവസാന മോമെന്റിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. നയിൻ്റെ പട്ടണത്തിൽ വിധവയുടെ ശവമഞ്ചത്തിനകത്ത്, മകൻ്റെ ശവമഞ്ചത്തിനകത്ത് എൻ്റെ നാഥൻ്റെ കരമിറങ്ങിയപ്പോൾ ശവമഞ്ചത്തിനകത്ത് ചേതനയറ്റ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൻ്റെ രക്തം ഓടുവാൻ തുടങ്ങി. അവൻ്റെ ഞരമ്പുകൾ ചലിക്കുവാൻ തുടങ്ങി. അവൻ ശവമഞ്ചത്തിനകത്തിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശു ക്രിസ്തുവിൻ്റെ കരം നയിൻ്റെ പട്ടണത്തിൽ മാത്രമല്ല, ഇന്ന് രാത്രി മണ്ണടിക്കോണത്ത് എൻ്റെ മരിച്ച വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഹല്ലേലൂയ ജീവിപ്പിക്കുവാൻ കരുത്തുറ്റ നാഥൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിൻ്റെ മഹത്വം കാണ്. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ ദൂത സഞ്ചയവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രി അഗ്നിജ്വാലകൾ പൊട്ടിക്കുന്നു, പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ശബ്ദം ഇന്ന് രാത്രി മണ്ണടിക്കോണത്ത് പുറപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ മാൻപടകൾ പ്രസവിക്കുമാറാകുന്ന തിരുശബ്ദത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുക. ശബ്ദ സീമയ്ക്കുള്ളിൽ തകർന്ന ജീവിതങ്ങൾ കാന്തന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി മയക്കമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക. ആത്മഹത്യക്ക് കൊതിക്കുന്നവർ ഇന്ന് രാത്രി വീട്ടിനകത്തുനിന്ന് സർവശക്തന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് ഒരിക്കൽ കൂടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ
ഒൻപതാമത് ഷക്കീന കൺവെൻഷനകത്ത് ഈ പട്ടണത്തിനകത്ത് ചിലരുടെ ഹൃദയങ്ങൾ തുറക്കുക. ദുഷ്ടപിശാച് കെട്ടിവെച്ച അന്ധകാരത്തിന്റെ മതിലുകൾ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുമ്പോൾ, എരികോയുടെ മതിൽ വീണപ്പോൾ ജനസ്വതന്ത്രമായതുപോലെ ഒൻപതാമത് കൺവെൻഷനകത്ത് ഇവിടെ ആരാധനയും വചനവും മുഴങ്ങുമ്പോൾ, വാഗ്ദത്തത്തിന്റെ വചനം പുറപ്പെടുമ്പോൾ, ചില സാത്താന്യ മതിലുകൾ, ചില പാരമ്പര്യ മതിലുകൾ, ചില ആഭിചാരത്തിന്റെ മതിലുകൾ ബൗഡ എന്ന് രാത്രി പുറത്തു വീണുകൊണ്ട് ചിലർ യേശുവിന് വേണ്ടി കരമുയർത്തുക. എന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന ദൈവസഭ കുഞ്ഞുങ്ങൾ, ദൈവമക്കളെല്ലാം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പാ, ദേശത്തിന് മഴ ആവശ്യമാണ്. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മടങ്ങി വീട്ടിലെത്തുന്നത് വരെ ഒരു മഴയോ കാറ്റോ ഇവിടെ വരാതെ മഹാദൈവത്തിന്റെ കരം 4-5 കിലോമീറ്റർ മേഘത്തിന്റെ കുടകൾ നാഥന്റെ കരങ്ങളിൽ തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണം. ഇന്ന് രാത്രി ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. നാഥന്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന 7 മക്കളെല്ലാം ദൈവം കാക്ക്. ഈ രാത്രി വിടുതലോടെ കുഞ്ഞുങ്ങളെ മടക്കി അയക്ക്. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. ഇന്ന് രാത്രിയും വെളിപ്പാട് പുസ്തകം. ഇന്നലെ രാത്രി നാം ഇത് തന്നെ തൊട്ടുവെച്ചു. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത ഇന്നലെ രാത്രി ശക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി, ലൂക്കോസിൻ്റെ സുവിശേഷം 2 സഭയുടെ ചരിത്രം എഴുതി. സഭയുടെ ചരിത്രത്തിൻ്റെ പ്രത്യേകത അപ്പോസ്തല പ്രവർത്തികൾ. തീർന്നില്ല. പുതിയ നിയമസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട 14 ലേഖനങ്ങൾ ആരെഴുതി? പൗലോസ് ലേഖ ധന്യൻ ചൊല്ലി എഴുതി. പക്ഷേ ഇവരാരും സുവിശേഷവും പ്രവചനവും ലേഖനവും എഴുതിയില്ല. അങ്ങനെ എഴുതിയ ഒരേ ഒരു വ്യക്തിയുള്ള യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ സുവിശേഷം എഴുതിയ ദൈവ കുഞ്ഞുങ്ങളെ, അതാ യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാൻ പോകുന്ന കാലം, എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഉപദേശത്തിനകത്ത് കടന്നു പോകുന്ന ദൈവമക്കളെല്ലാം ന്യായവിധി ലേഖനത്തിനകത്ത്. 3 പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതി. ഇന്ന് രാത്രി യോഹന്നാൻ അപ്പോസ്തലൻ ഷക്കീന മനുഷ്യരുടെ കൺവെൻഷൻ കൊണ്ടുവന്നിട്ട് ചോദിക്കണം, അപ്പച്ച സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വരാൻ പോകുന്ന ലേഖനത്തിന്റെ തുണ്ടുകൾ എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വെള്ളറുടെ ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? കള്ളമ്മൂല സെമിനാരിയുടെ ഡോക്ടറേറ്റ് ആണോ? അല്ലെങ്കിൽ ഡെറാഡൂണിന്റെ ബിരുദമാണോ? കന്യാകുമാരിയുടെ ഡോക്ടറേറ്റ് ആണോ? അവൻ പറയും, അതൊന്നുമല്ല. അന്ത്യം വരെ നാഥന്റെ കാൽപാദത്തിങ്കൽ ഞാൻ മുട്ടുമടക്കി കരഞ്ഞത് കൊണ്ട് എൻ്റെ ശരീരത്തിനകത്തല്ല, എൻ്റെ ഹൃദയത്തിനകത്ത് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ ചങ്കിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപ പകർന്നപ്പോൾ പ്രവചനം എഴുതുവാൻ കൃപ ലഭിച്ചു. ഞാൻ മുട്ടുമടക്കി നിലവിളിച്ചപ്പോൾ ലേഖനം എഴുതുവാൻ കൃപ ലഭിച്ചു. അപ്പച്ച, അമ്മച്ചി, ഇന്ന് രാത്രി ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, നിന്റെ ബന്ധുക്കൾ മാറും. എന്നാൽ കാൽവറി ദർശനം കണ്ടവൻ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രിയും പറയണം, ആശ്രയം യേശുവിലായതിനാൽ ഞാൻ ഭാഗ്യവാൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ക്രൂരമായ പീഡനങ്ങളുടെ നടുവിൽ പല ബന്ധിക്കോസുകാരും ഇന്ന് പീഡനം പ്രസംഗിക്കത്തില്ല. ചില മുൻപാസക്കറിയാം, ഇന്നെല്ലാം അനുഗ്രഹം, ആശീർവാദം. ഇന്ന് നമ്മുടെ സുവിശേഷത്തിൻ്റെ പരിപാടികളെല്ലാം മാറി. എന്താ സുവിശേഷം? വെളുത്ത പെണ്ണ്, കറുത്ത കാറ്, വീട്, അത് കഴിഞ്ഞ് കാനഡ വിസ, അത് കഴിഞ്ഞ് ATM കാർഡ്. ഇതായിപ്പോയി നമ്മുടെ സുവിശേഷം. മക്കളെ, ഇതിനകത്തെങ്ങും വീണ് പോകരുത് കേട്ടോ. മണ്ണടിക്കോണം, ആലിക്കോണം. യേശു വന്നത് വീട് തരാനും കാർ തരാനുമല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. എൻ പ്രയാണകാലം 4 വിരൽ നീളമായതിൻ പ്രതാപം കഷ്ടത. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിലും മരണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവമാ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഈ കൊച്ചുമോൻ ഇന്ന് പാടിയത് ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ കാണും, അന്ന് സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. കരമുയർത്തുന്നവർക്കായി. ആ പാട്ടിനകത്ത് വീടും കാറും ഒന്നുമില്ല, സ്വോത്രം. പക്ഷേ ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതര. കർത്താവിനെ ഉയർത്തിയാൽ പാലിയോടൊരു കൊച്ചു വീട് തരാനും, ഒരു ചെറിയ കാറ് തരാനും, ഒരു കുഞ്ഞിനെ വെളിനാട്ടിൽ വിടാനും സ്വർഗത്തിലെ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ആ വിശുദ്ധ ബൈബിൾ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് പോലും പ്രസംഗിക്കത്തില്ല. ബൈബിളിനകത്ത് യേശുക്രിസ്തുവിനെ പറ്റി 5 കാര്യങ്ങളുണ്ട്. 1 അവൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 നിത്യജീവൻ്റെ മൊഴിമത്തുകൾ, 4 അവൻ്റെ മരണം, 5 ഉയർത്തെഴുന്നേൽപ്പ്. അതുവരെ ഞങ്ങൾ പ്രസംഗിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അത്
അതാ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. അതിനുവേണ്ടി ദൈവ കുഞ്ഞുങ്ങളെ ദൈവസഭയെ ഒരുക്കുകയാണ്. അതാ നിത്യതയുടെ പ്രത്യാശ. ആ കാലഘട്ടത്തിൽ റോമിൻ്റെ ഭരണാധികാരികൾ എന്താ വചനമെടുക്കുന്ന ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ പരസ്യമായി പാലിയോടൊരു ചെറുപ്പക്കാരൻ സുവിശേഷം പ്രസംഗിച്ചാൽ അവനെ റോമിൻ്റെ ഭരണാധികാരികൾ പിടിക്കും. എന്താ ചെയ്യുന്നതെന്നറിയാം. ഇന്നിവിടെ നമ്മുടെ പ്രിയ സൗണ്ട്സിലെ സഹോദരങ്ങൾ നല്ല ലൈറ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അന്ന് ലൈറ്റല്ല, ഭൂമിയുടെ അടിയിൽ 2 തിയേറ്ററുണ്ട്. LMS ചരിത്രത്തിലുണ്ട്. ലണ്ടനകത്ത് ഭൂഗർഭ തിയേറ്ററുകൾ. അതാ കാറ്റക്കൊമ്പ് കൊലോസി. അവിടുത്തെ പ്രത്യേകത രാത്രി 11 മണിക്കായി കള്ളുകുടിയും പാട്ടുപാടും ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് പകൽ പിടിക്കുന്ന ഉപദേശിയെ കൊണ്ട് തൂണോട് കെട്ടി നിർത്തും. എല്ലാവരും കേൾക്കണം. എന്നിട്ട് തലയ്ക്കകത്തൊരു മൺചട്ടി വെക്കും, കൽക്കരിയും കുടഞ്ഞിട്ടേക്കും. പിന്നെ മിണ്ടത്തിൽ ഉപദേശി അവിടെ ജീവശ്വാസം കെട്ടിപ്പിടിച്ച് പിടിക്കുക. രാത്രിയാകുമ്പോൾ പരിപാടി നടക്കുന്നതിന് മുമ്പിട്ട് ചെറുപ്പക്കാർ വരും. ഈ മൺചട്ടിയും കൽക്കരി ഇരിക്കുന്നിടത്തോട്ട് മണ്ണെണ്ണ ഒഴിക്കും. പെരിയ തീ കൊടുക്കും. പടപടാ തീ കത്ത്. ആ മൺചട്ടിയും കൽക്കരിയും തീ കത്തി ഉപദേശിയുടെ തലയിലേക്ക് തീ ഇറങ്ങുമ്പോൾ പാവപ്പെട്ട ഉപദേശി എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റത്തില്ല, കെട്ടി നിർത്തിയിരിക്കുക. അവിടെ വെച്ച് അവസാനം ഒരു വാക്ക് പറയും, മാറാനാഥ യേശുവേ വരണമേ. ഇതൊക്കെ മനസ്സിലാക്കണം. CSIയുടെ ചരിത്രമുണ്ട്. LMSൻ്റെ ഇതിലൊക്കെ മിഷണറിമാരുടെ പീഡാകാലം. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് എന്ന് രാത്രിയെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ തോലടിയിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ നാറാണിയിൽ ഒരു ചെറുപ്പക്കാരൻ സുവിശേഷം പ്രസംഗിക്കുവാണെങ്കിൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ റോമിൻ്റെ പടയാളികളെ പിടിച്ചുകൊണ്ടോ എവിടെ ഈ കുന്നത്തുകാൽ കാരക്കോണം നല്ല റോഡ് അവിടെ ടാർ ചെയ്യുമ്പോൾ ടാർപ്പാട്ടയുടെ തല വിട്ട് ഒരു തലയുടെ ആകൃതിയിൽ ഒരു സുഷിരമുണ്ടാക്കുക. ഇടിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ തലകേറ്റും ടാർപ്പാട്ട ചൂടാക്കുക. റോഡെ കുന്നത്തുകാൽ കാരക്കോണത്ത് ഒഴുക്കി വിട്. ആ ടാർപ്പാട്ട റോഡിൽ ഇങ്ങനെ ഉരുകുന്ന ടാറിനകത്ത് ഒരുകുമ്പോൾ ചെറുപ്പക്കാരൻ്റെ തല അകത്ത് കിടക്കും. കാലുകൾ റോഡിൽ കമ്മട്ടമടിക്കുമ്പോൾ ആരും അറിയാത്ത ഒരു ശബ്ദം അവിടെ കേൾക്കും. അതിൻ്റെ പേര് മാറാ നാഥ യേശുവേ വരണമേ. ആരും ഇത് പ്രസംഗത്തില്ല. നിങ്ങളുടെ കരങ്ങൾ ജീവന്റെ വചനം വരുക. എന്ന് രാത്രി പോകട്ടെ. നമ്മുടെ ആലിക്കോട് ഒരുവൻ പരസ്യയോഗത്തിൽ കരമുയർത്തിയാൽ അവൻ്റെ കൈകാലുകൾ ബന്ധിക്കും. എവിടെ കൊണ്ടുപോകും? ഈ റൂട്ടിൽ നല്ല മരമുണ്ടല്ലോ, നല്ലൊരു മരത്തെ വടം കൊണ്ട് 2 ചില്ലകളെ കൂട്ടിയടിപ്പിക്കും. അതിനുശേഷം ആ കാലുകൾ തല കീഴായി ചെറിയ കയറ് കൊണ്ട് അതിനകത്ത് കൂട്ടിക്കെട്ടും. കാലുകൾ മുറുകുമ്പോൾ സൈന്യാധിപൻ വിസിലടിക്കുമ്പോൾ മേലെ തവടമഴിച്ചു വിടുമ്പോൾ ഒരു സഹോദരി മീൻ കീറുന്നതിൽ ഉപദേശിയുടെ 2 ഭാഗം തല മുതൽ അടിവര കീറി മരത്തിനകത്ത് തൂങ്ങിയാട്. ആ സമയത്ത് മരമൊരു ശബ്ദം കേൾക്കും, മാറാ നാഥ യേശുവേ വരണേ. തീർന്നില്ല മക്കളെ. അന്നത്തെ കാലത്ത് റോമിൻ്റെ ശിക്ഷാവിധികൾ വചനമെടുക്കുന്ന ഒരു ദൈവ പൈതലിനെ കിട്ടിയാൽ എവിടെങ്കിലും പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു കൊണ്ടുപോയാൽ 4ാമത്തെ പരിപാടി കാരാഗ്രഹത്തിൽ കൊണ്ടുപോകും. നല്ല ഹല്ലേലൂയ സ്വീകരണമല്ല, കൈകാലുകൾ ബന്ധിക്കും. നമ്മുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യുന്ന ഹോസ് വായിലോട്ട് കൊടുക്കുക. എന്നിട്ട് പടയാളി പിടിച്ചുകൊണ്ടിരിക്കും. വെള്ളം അങ്ങോട്ട് കയറ്. അന്നനാളം വഴി ഇറങ്ങുമ്പോൾ വയറിങ്ങനെ പെരുവും. ആ പെരുന്ന സമയത്ത് ഉപദേശി അബോധാവസ്ഥയില. ഉടനെ സൈന്യാധിപൻ കുതിരയായിട്ട് വിടും. ടക്ക് ടക്കെന്ന് പായുന്ന കുതിരയുടെ കുളമ്പുകൾ. ഈ മഹാ ഉദരം അഥവാ പെരുത്തിരിക്കുന്ന വയറിനകത്ത് ഇത് ചവിട്ടുമ്പോൾ വയറും കുടലും പൊട്ടും. കുടൽമാല പുറത്തു വരും, രക്തം ചിന്തും. ആ സമയത്ത് ബോധത്തിൽ വരുന്ന ഉപദേശി ഇത് കാണുമ്പോൾ അവസാന ശാതത്തിൽ ഒരു വിളി വിളിക്കും, സഹോദരി സഹോദരൻ. അതിൻ്റെ പേരാ മാറാ നാഥ യേശുവേ വരണേ. അപ്പച്ച അമ്മച്ചി എന്ന് രാത്രി ജീവന്റെ വചനം ആലിക്കോട് നമ്മുടെ കരങ്ങളിൽ വന്നത് വെറുതെ അല്ല. ആരുടെയൊക്കെയോ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെയോ ശരീരഭാഗങ്ങൾ വന്യമൃഗങ്ങൾ ചവിട്ടിയത് കൊണ്ട്, ആരുടെയൊക്കെയോ വയറ്റിനകത്ത് കുതിരയുടെ കുളമ്പുകൾ, ആരുടെയൊക്കെയോ തലകൾ ഹല്ലേലൂയ മരങ്ങളിനകത്ത് തൂങ്ങി ആടിയത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്ന ഉപദേശിമാരും ഇത് പറയത്തില്ല. ഇത് കണ്ടിട്ടാ യോഹന്നാൻ നാടുകൾ യാത്രയാകുന്നത്. ഒന്നാമത് അവന് ശിക്ഷാവിധി കൊടുത്തു, ഡൊമേഷന്റെ കൽപ്പന കിട്ടി, അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. രണ്ടാമത് അവനെ ഇവിടുന്ന് കൊല്ലാൻ നോക്കിയിട്ട് രക്ഷയില്ല. പടയാളികൾ എവിടെ കൊണ്ടുപോയി? അദ്ദേഹത്തെ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി എന്നറിയാമോ? എഫെസോസ് സഭയിൽ. ഡൊമേഷൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. ഡൊമീഷൻ പറഞ്ഞ് നിങ്ങൾ പോകാൻ പറഞ്ഞു. അതിനുശേഷം ഇവർ പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ പടയാളികളെ വിളിച്ചു. പടയാളികളെ വിളിച്ചിട്ട് നല്ല ശിക്ഷാവിധി കൊടുക്കുക. എന്താ? ഇവനെ പിടിച്ച് കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കുട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലണം. ഹല്ലേലൂയ. പടയാളികൾ കൽപ്പന ഏറ്റുവാങ്ങി. വെളുപ്പിനാ പടയാളികൾ വരുന്നത്. എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന വയോധികനായ അപ്പച്ചൻ ഒരു കപ്പ് കാപ്പി പിടച്ചാൽ കൈവിറയ്ക്കുന്ന അപ്പച്ചൻ്റെ അടുത്ത് പടയാളികൾ വന്ന് ചങ്ങലയിട്ടിട്ട് പറഞ്ഞു, അപ്പച്ച ഇന്ന് അവസാന ദിവസമാണ്. സുപ്രീം കോടതി തൂക്കാൻ വിധിക്കുന്ന പ്രതിയോട് പറയുന്നത് പോലെ കഴിക്കാൻ വല്ലതും വേണോ? കാണാൻ ആരെങ്കിലും വേണോ? അപ്പോൾ അപ്പച്ചൻ ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? പറയാം. താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചിട്ട് പച്ച മനുഷ്യനെ കൊല്ലുവാനുള്ള കൽപ്പന. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി. ചോദിച്ചെന്താ കാര്യം? നിങ്ങൾ മുഖത്ത് പുഞ്ചിരി. പടയാളികൾ ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന എഴുതുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീജ്വാലയ്ക്കകത്ത് വലിച്ചിട്ടു. ശദ്രക് മേശക് അബേദ്നെഗോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആലയിൽ വീഴുന്നതിന് വിട്ട് ഇങ്ങനെ കരമുയർത്തി
പറഞ്ഞു, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി, തീജ്വാലയ്ക്കത് ഇറങ്ങി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ചെങ്കിൽ നിങ്ങളുടെ രാജാവ് ഏതൊക്കെ കൽപ്പന പുറപ്പെടുവിച്ചാലും. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? അമ്മച്ചി അപ്പച്ച, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിൽ പറയണം, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ ഇന്ന് രാത്രി അയക്കുന്ന ദൈവം. വാഗ്ദത്തമുള്ളവൻ തീജ്വാലയ്ക്കകത്ത് വീണാൽ അതിൻ്റെ നടുവിൽ കരം പിടിച്ചുയർത്തുക. ദുരാശു സമഭൂമിയിൽ തീജ്വാലയ്ക്കകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് യോഹന്നാൻ ഉപദേശിയുടെ കൈകാലുകൾ ബന്ധിച്ചു. അവർ കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് തിളയ്ക്കുന്ന കൂട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വല്യപ്പച്ചനെ വലിച്ചിട്ട് മരണം കാണുക. ഇന്ന് രാത്രി അയൽക്കാരൻ നിന്റെ മരണം കാണുവാൻ കാത്തു നിൽക്കും, നിന്റെ ബന്ധുക്കൾ നിന്റെ മരണം കാണുവാൻ കാത്തു നിൽക്കും, നിന്റെ തലമുറകൾ തകരുന്നത് കാണാൻ മന്ത്രവാദി കാത്തു നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അവരുടെ കാണുന്ന കാഴ്ചയുടെ നടുവിൽ നിന്ന് എൻ്റെ തല പൊന്നു പോലെ ഉയർത്തുക. ഇന്ന് രാത്രി യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തല ഉയർത്തി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പുതയ്ക്കാൻ എനിക്ക് വല്ലതും തരണം, ഇതിനകത്ത് നല്ല തണുപ്പാ. അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി ചോദിക്കുക, എണ്ണയ്ക്ക് നല്ല തിളപ്പില്ലേ, കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, അത് എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രി ആലിക്കോട് പറഞ്ഞ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം. ഒരുപക്ഷെ കട്ടിലേന്ന് എഴുന്നേൽക്കുന്നത് ലോകത്തിന്റെ വിധികൾ നിനക്കെതിരെ ഉയർന്നു വരും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തുന്ന ദൈവമക്കൾ പറയണം, ഒരു വൃക്ഷമായാൽ അതിനകത്തൊരു പ്രത്യാശയുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ആരൊക്കെ നിന്നെ വെട്ടിയാൽ, നിന്റെ കുറ്റി നിലത്ത് കെട്ടുപോയാൽ, വേർപഴകിയാൽ, ആലിക്കോട് മണ്ണടി കോണത്ത് നിന്റെ കുടുംബം നന്നാപത്തില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി കൺവെൻഷനകത്ത് മഴ പെയ്തിറങ്ങുമ്പോൾ, നിന്റെ കണ്ണുനീര് പെയ്തിറങ്ങുമ്പോൾ നിലത്ത് കിടക്കുന്ന കൂറ്റയ്ക്കകത്ത് നിന്ന് മുളയെ പൊട്ടിക്കുക. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീരിനകത്തിറങ്ങി വരുന്ന ഒരു കരം. ഇന്ന് രാത്രി അഭിഷേകത്തോടെ നീ എഴുന്നേറ്റ് പോകാവൂ സഹോദരി. നാളുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൂട്ടപ്പിശാച് കരിയിലകൾ മൂടിയിട്ടുകൊണ്ട് മുള പൊട്ടാതെ ഇന്ന് രാത്രി അടച്ചിട്ടിരിക്കുന്ന ദൂട്ടപ്പിശാചിന്റെ കോട്ടകളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിത ബലം പകരുന്ന രാത്രി കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്ക്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായു ഇന്ന് രാത്രി ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. നാളുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനെതിരെ കരിയില മൂടിയിട്ടുകൊണ്ട് ദൂട്ടപ്പിശാച് നിന്റെ വീട്ടിനകത്ത് നന്മ വരാതെ പരിപാലിക്കുന്നെങ്കിൽ അതിന്റെ നടുവിൽ നീ അഭിഷേകത്തോടെ നീ ആരാധിച്ചാൽ പിശാച് ഉണ്ടാക്കിയ കരിയിലകളെ മാറ്റി അകത്ത് കിടക്കുന്ന മുളയെ പൊട്ടിച്ചു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് എല്ലാ നാളും നീ മണ്ണിനകത്ത് കുറ്റി കെട്ടുപോയി കിടക്കാൻ അറിയത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ഗന്ധം ഇറങ്ങട്ടെ, അഭിഷേകത്തിന്റെ ശാഖതി ഇവിടെ ഇറങ്ങട്ടെ. ഏതൊക്കെ ബൗണ്ടറികൾ നിനക്കെതിരെ ഉയർന്നാലും, ഏതൊക്കെ ഹല്ലേലൂയ മന്ത്രവാദികൾ നിനക്കെതിരെ ഉയർന്നാലും, നിന്റെ കുടുംബത്തിൽ നന്മ വരത്തിൽ നിന്ന് ഉട്ടപ്പിശാച് രേഖ എഴുതിയാൽ, ദാനിയേലേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി 21 ദിവസം പാർസി രാജവംശത്തിന് തടഞ്ഞു വെക്കാൻ കഴിയും. പക്ഷേ അതിന്റെ നടുവിൽ പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി ദൂട്ടപ്പിശാചിന്റെ പേർസ്യ രാജവംശത്തിന്റെ ഹല്ലേലൂയ ശക്തികളെ തകർത്തതുപോലെ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടൻ പറയാം, നാളെ രാത്രി യോഗം അവസാനിക്കുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിന്റെ മണ്ഡലത്തിൽ ദൂട്ടപ്പിശാച് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു വെച്ചെങ്കിൽ ഈ രാത്രി വിളിച്ചു പറയണം, എനിക്ക് വേണ്ടി ദാനിയേലിന്റെ കണ്ണുനീരിനകത്തിറങ്ങിയ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി പറയണ, വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല, പ്രോമിസുകൾ മരിക്കുന്നില്ല, ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഓ ഇന്ന് രാത്രി നിന്റെ മരണം കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്കുക, നീ കട്ടിലകത്ത് കിടക്കുന്നത് കാണുവാൻ മന്ത്രവാദി കാത്തു നിൽക്കുക, നിന്റെ വീട്ടിനകത്ത് നിന്ന് ഡോറ് തുറന്ന് പുറത്ത് വരുന്നത് കാണുവാൻ നിന്റെ അയൽക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഏത് കൂട്ടുകത്തിനകത്ത് നീ കിടന്നാലും നീ വാഗ്ദത്തമുള്ളവനെങ്കിൽ നിന്റെ മരണം കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ തലയെ ഉയർത്തിക്കൊണ്ട്, വചനം മനസ്സിലാകുന്നവർക്കായി കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർത്തുന്നത് പോലെ നിന്റെ തലയെ ഉയർത്തി പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. സാധാരണ ദൈവമല്ല ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി പിടിച്ചിരിക്കുന്നത് ആരാ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ആ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, അമ്മച്ചി ഇരിക്കുന്നത് അറിയുന്ന ദൈവം, അപ്പച്ച എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, സഹോദരി ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ചെറുപ്പക്കാര ആകാശത്ത് കയറിയാൽ അവന്റെ കരം
കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക വിരിച്ച അവൻ്റെ കരം നിന്നെ തേടിയെത്ത്. ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴട്ടെ, നിന്റെ ഭവനം തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഇവിടെ ഭൂകമ്പം വരട്ടെ, സുനാമി വരട്ടെ, കീഴെ ശാശ്വത ഭുജങ്ങൾ വച്ച ദൈവത്തെയാ ഇന്ന് രാത്രി നീ ഇവിടെ ആരാധിക്കുന്നത്. അമ്മാമേ കരം ഉയർത്തി പറ, എൻ്റെ വശത്ത് 1000 പേരും ചെറുപ്പക്കാരാ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും നിന്റെ കുടുംബത്തോട് അടുത്ത് വരികയില്ല. ഇന്ന് രാത്രി യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം നിന്റെ കുടുംബത്തെ കാക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി സിംഹത്തിന്മേലും ആണലിന്മേലും നീ ചവിട്ട്, നീ പെരുമ്പാമ്പിനെ മരിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, ഇന്ന് രാത്രി പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ കുടുംബം തകരുവാൻ, നിന്റെ ഭാവി തകരുവാൻ, നിന്റെ തലമുറ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി സിംഹത്തിന്മേലും ആണലിന്മേലും ചവിട്ട്, പെരുമ്പാമ്പിനെയും നീ മരിച്ചു കളയും. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ നിന്റെ കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങി നിന്നെ കാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തേനിലേക്കായാലും തേൻകട്ടയേക്കാളും സന്തോഷമായിരിക്കുന്ന വചനത്തിൻ്റെ ശാഖരി ഇന്ന് രാത്രി കൺവെൻഷനകത്ത് ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ. സ്വോത്രം. സാധാരണ പുസ്തകമല്ല ബൈബിൾ. ഇന്നലെ ഞാനൊരു പ്രോമിസ് പറഞ്ഞല്ലോ. ബൈബിളിൽ അത്ര പ്രോമിസ് ഉണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയായി ഒരുവനുണ്ടായിരുന്നു ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ സന്തതിയായി ഒരുവനുണ്ടായിരുന്നു യാക്കോബ്, യാക്കോബിൻ്റെ വാർദ്ധക്യകാല സന്തതിയായി ഒരുവനുണ്ടായിരുന്നു യോസഫ്. യോസഫിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? 2 കാര്യങ്ങളാണ് ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. ഒന്ന്, അവൻ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ സ്വഭാവമായിരുന്നു. ഈ മെയിൻ ചീഫ് പാസ്റ്ററോട് ചെവിച്ചെന്ന് നുണ പറയുന്ന ഒരു പരിപാടി യോസഫിനുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ യോസഫിനുണ്ടായിരുന്നു. അവൻ എവിടെയോ പ്രസംഗവും പ്രാർത്ഥനയും കേൾക്കാൻ പോയി ഒരു ദർശനം കിട്ടി, വരാൻ പോകുന്ന ക്ഷാമം. ഇത് 2 കഴിഞ്ഞപ്പോൾ അവൻ അപ്പൻ്റെ പ്രിയപുത്രനായി. ആ കാലത്ത് അവൻ്റെ ജോസഫിൻ്റെ വീട് നമ്മുടെ പാലിയോടായിരുന്നു. സ്വോത്രം. അപ്പൻ്റെ വീടുമൊക്കെ ഈ പാലിയോട്ട് അവൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ എവിടെ പോയെന്നറിയാം? മഞ്ഞാലുമൂട് മലയിൽ ആട്ടിനെ മേയ്ക്കാൻ പോയി. ആ സമയത്ത് കോവിഡ് പിടിച്ചത്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പാസം കിട്ടത്തില്ല, അങ്ങോട്ടും പോകത്തില്ല. 30,000 കേസായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ കോവിഡ് ഒന്ന് കുറഞ്ഞപ്പോൾ ജോസഫ് ഓൺലൈനിൽ കൂടി ഒരു പാസ് എടുത്ത് പെട്ടിയാട്ടോയ്ക്കകത്ത് സാധനങ്ങളുമായിട്ട് മഞ്ഞാലുമൂട് മുക്കൂട്ടുകലിലേക്ക് പോയി. മഞ്ഞാലുമൂടി നിന്നുകൊണ്ട് ചേട്ടന്മാർ കണ്ട് മലയുടെ മേളിൽ നിന്ന് ദാ യോസഫ് വരുന്നു. ചേട്ടന്മാർ, ഞങ്ങളുടെ പാസ്റ്റർമാർ ഇങ്ങനെ കാണിക്കും, യവനെ ഇപ്രാവശ്യം ഒതുക്കണം. സന്തോഷമില്ലല്ലോ. അതുപോലെ ചേട്ടന്മാർ പറഞ്ഞടാ, യവൻ അപ്പൻ്റെ നിന്ന് കുപ്പായം കിട്ടിയവൻ ആ കുപ്പായോട്ട് വരുന്നു, അപ്പൻ്റെ ഓഹരിയെല്ലാം അടിച്ചു മാറ്റിയാണ് ഒതുക്കണം. മഞ്ഞാലുമൂടി ചെന്ന് യോസഫിൻ്റെ പെട്ടിയാട്ടവും നിന്ന് അരിയും പലഞ്ഞനും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആരെടുത്തെന്നറിയാം? ചേട്ടന്മാരെടുത്തു. ഈ പാവപ്പെട്ടവൻ്റെ ഉടുപ്പും വലിച്ചു കീറി അമ്മാമ്മ. ഉടുപ്പല്ല, അവർ കുപ്പായം എടുത്തു. ബാക്കി അവൻ എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? സുന്ദരമായിട്ടൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. ഇന്ന് രാത്രി മണ്ണടിക്കോണം കേൾക്കണം. പൊട്ടക്കിണത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക? പാമ്പുണ്ട്, ചെരുപ്പുണ്ട്, പല്ലിയുടെ വാറുണ്ട്. സ്വോത്രം. അവിടെ വാഗ്ദത്തമുള്ളവൻ കിടക്കുക. ചേട്ടന്മാർ വിചാരിച്ചാണ് യവ എവിടെ തീരുവെന്ന്. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? നിന്റെ മുമ്പ് ചേട്ടന്മാരുടെ കോവണി കാണത്തില്ല, അപ്പൻ്റെ കണ്ണ് നിന്നെ കാണത്തില്ല. എന്നാൽ പ്രോമിസ് ഉള്ളവൻ പൊട്ടക്കിണറ്റിൽ കടന്ന സ്വർഗത്തിൻ്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇതാ ബൈബിളിൻ്റെ നന്മ. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. തീർന്നില്ല. പിന്നെ അവൻ എവിടെ പോയെന്നറിയുമ്പോൾ അടിമച്ചന്ത, കളിക്കവളിയിലും പാറശാലയിലും അതുപോലെ തന്നെ കാട്ടാക്കടയൊക്കെ ചന്തയിൽ അവനെ മാറ്റി മിഥ്യാന്യ കച്ചവടം. വീട്ടുകാരും നാട്ടുകാരും അവൻ്റെ മരണവാർത്ത മനോരമയിലും കൊടുത്ത് പാലിയോട്ട് മൊത്തം ചരമ ബോർഡും വെച്ച് എല്ലാവരും മറന്നുപോയി. സഹോദരി, ഓർക്കേണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാരും മറക്കും. രക്തബന്ധങ്ങൾ നിനക്കെതിരെ പലപ്പോഴും എതിരെ നിൽക്കുക. പക്ഷേ അടിമച്ചന്തയിൽ കടന്നവൻ എവിടെ ചെന്നെന്നറിയാമോ? അവസാനം നല്ലൊരു വീട്ടിൽ ചെന്ന്. അതാ പൊത്തിപ്പേറിൻ്റെ ഭവനം. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ നല്ലൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ നല്ല അമ്മാമ. അവിടെ ചെന്ന ഉടനെ യോസഫിന് നല്ല സാംസങ് 7 ഗാലക്സി അൽഫഗാമും കുഴിമന്തി ചിക്കൻ വെച്ച സാൻഡ്വിച്ചും കൊടുത്ത്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരായിരുന്നെ അമ്മാമ്മയെ പ്രൈസലോട് പറഞ്ഞ് നിന്നേന്. യോസഫിന് പിടികിട്ടി അമ്മാമ്മയുടെ ഉൾവിടെ നിന്നാൽ ഞാൻ അക്കരനാട് കാണത്തില്ല. അവസാനം അവൻ മതിലിയാടി. എവിടെ പോയെന്നറിയാമോ? കാരാഗ്രഹത്തിനകത്ത് പോയി. കേട്ടോ? 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിൻ്റെ ഭവനം, 4 കാരാഗ്രഹത്തെ പട്ടിണിക്കഞ്ഞി ഉപ്പുവാങ്ങയും കുടിച്ചുകൊണ്ട് കിടക്കുക. നാട്ടുകാരെല്ലാം വിചാരിച്ചവൻ തീർന്നത്. പക്ഷേ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ പാലിയോട്ട തൊഴിലുറപ്പ് തൊഴിലാളിയല്ല ദൈവം കൊണ്ടിറക്കുന്നത്. അന്തപുരത്തിരിക്കുന്നവനെ കാരാഗ്രഹത്തെ യോസഫിൻ്റെ സെല്ലിൽ കൊണ്ടുവന്നു. ഇതാ ദൈവത്തിൻ്റെ വചനം. ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും. പക്ഷെ നീ പുറത്തു വരാൻ ദൈവം നിനക്ക് വേണ്ടി ഒരു പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന റൂമിനകത്ത് അന്തപുരത്തിനകത്തിരിക്കുന്നവന് ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി മണ്ണടിക്കോണം കൺവെൻഷൻ പറയണം, അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാ. രാത്രി സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. സ്വോത്രം.
ഇന്ന് രാത്രി അവിടെ പട്ടിണിക്കഞ്ഞ് കുടിച്ചുകൊണ്ട് കിടക്കുക. അവൻ വിചാരിച്ച് അവിടെ അസ്തമിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി അമ്മച്ചി പട്ടിണിക്കഞ്ഞ് കുടിച്ചുകൊണ്ട് ഉപവാസത്തിനകത്ത് യോസഫ് കിടക്കുക. അവൻ അറിയാതെ ഒരു കാര്യം നടക്കുക. കൊട്ടാരത്തിനകത്ത് ഒരു ചെയർ ഒരുങ്ങുക. അവൻ്റെ കാലിൽ ഇപ്പം സിൽപ്പറില്ല, പക്ഷേ സുന്ദരമായ ചെരുപ്പ് അവൻ ഇടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവനെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറഞ്ഞ അപ്പൻ തള്ളിയാലും നാട്ടുകാർ ഉപേക്ഷിച്ചാലും ചേട്ടന്മാർ നിനക്കെതിരെ തിരിഞ്ഞാൽ ഇന്ന് രാത്രി ദർശനം കണ്ടവനെ തകർക്കുവാൻ പൊട്ടക്കിണറിന് കഴിയത്തില്ല. ദർശനം കണ്ടവൻ അടിമച്ചന്തയിൽ ഒതുങ്ങത്തില്ല. ദർശനം കണ്ടവൻ പോത്തിഫേറിന്റെ ഭവനത്തിൽ അവസാനിക്കത്തില്ല. കാരാഗ്രഹത്തിനകവൻ അവൻ മൃത്യു വരിക്കത്തില്ല. അവൻ കൊട്ടാരത്തിലെ അന്തപുരത്തിനകത്ത് കയറി വരുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി വരിക. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? നാട്ടുകാർ നിനക്കെതിരായിരിക്കും, ചെറുപ്പക്കാരാ വീട്ടുകാർ നിനക്കെതിരായിരിക്കും, സഹോദരി നിന്റെ ബന്ധുക്കൾ നിനക്കെതിരായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി ഏത് കാരാഗ്രഹത്തിനകത്ത് നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് പട്ടണത്തിന്റെ നടുവിൽ മാനിക്കുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുക. ഒരു രാത്രിയുടെ പറ ദർശനത്തിന് ഹബക്കൂക്കിനോട് ചേർന്ന് കൊണ്ട് പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. അത് പരിസമാപ്തിയിലേക്ക് വരുക. ചെറുപ്പക്കാരെ കരമുയർത്തി പറ, ഗോശാലയിൽ കന്നുകാലികൾ കാണത്തില്ല, ആട്ടിൻകൂട്ടം നന്മ തരത്തില്ല, അത്തിവൃക്ഷത്തിനകത്ത് ഫലം കാണത്തില്ല, മുന്തിരി കായ്ക്കത്തില്ല, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കുക. കരമുയർത്തുന്ന ദൈവമക്കൾക്കായി അവൻ നമ്മെ കൈവിടാത്ത ദൈവം, അവൻ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം. അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് അന്തപുരത്തിനകത്ത് കൊട്ടാരത്തിലെ കസേരയ്ക്കകത്ത് ഇരുത്തുക. ഇസ്രായേലിൽ നിന്ന് വിട്ട് മിസ്രയീമിൽ ഇറങ്ങിയവന് ഫറവോന്റെ ഉപപ്രധാനമന്ത്രിയായി കൊണ്ടുവരുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ആരാധിക്കുന്ന നിന്നെ തകർക്കുവാൻ ചേട്ടന്മാർ പദ്ധതി വെച്ചാൽ, അടകാർ രഗത ബൗഡ പാലിയോടുകാർ പദ്ധതി വെച്ചാൽ, ഇന്ന് രാത്രി മന്ത്രവാദി പദ്ധതി വെച്ചാൽ, നീ വീട്ടിന് പുറത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാച് വേലി കെട്ടിയാൽ, ഇന്ന് രാത്രി അവൻ കെട്ടിയ വേലിക്കപ്പുറത്ത് നിന്റെ തലമുറയെ പടർത്തി കൊണ്ടുവരുവാൻ കരമുയർത്തുന്നവർക്ക് യോസഫെ നീ ഫലപ്രദമായ മുന്തിരിവള്ളിയെങ്കിൽ ആരൊക്കെ കെട്ടിയ വേലിക്കകത്തുകൂടി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന ദർശനത്തിന് ദൈവം ഒരവധി, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. യോസഫിനെ എന്ത് ചെയ്തെന്നറിയാമോ? സ്വോത്ര അവൻ മിസ്രയീമിന്റെ ഉപപ്രധാനമന്ത്രിയാവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. തീർന്നില്ല മക്കളെ, യോഹന്നാന് വേണ്ടി അവസാന ശിക്ഷ കൊടുത്തു. അവനെ നാട് കടത്തുന്ന പത്മോസ്. നാളെ രാത്രിയും അവിടെ തന്നെ പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന കാഴ്ചയാണ്. ആ കാഴ്ച 7 പൊൻ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാനെ ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ് ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്നലെയും അത് തന്നെ, നാളെയും അത് തന്നെ. 1 ഹല്ലേലൂയ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ. നാളെ സഭ ഇവിടിൽ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ബൈബിൾ 10 യുഗങ്ങൾ. 1 അനാദി നിത്യതയുടെ നടുവിൽ ദൈവം ദൂതന്മാരുടെ സൃഷ്ടിച്ചു. ആ ദൂതന്മാരുടെ യുഗം, ആ ദൂതന്മാരുടെ യുഗം. അതിൽ ഒരുവനുണ്ടായിരുന്നു ആരാധനാ സംഘത്തിൻ്റെ ലീഡറായിരിക്കുന്നു. അവൻ്റെ പേര് ലൂസിഫർ. ലൂസി പ്രകാശം, പേർ രശ്മി. അവൻ സ്വർഗത്തോട് മത്സരിച്ചു. സ്വർഗം അവനെ വെട്ടി. ഞാൻ മേളിലോട്ട് വരും, നിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുക. അപ്പോൾ സ്വർഗം അവനെ വെട്ടി. തേജസ് നഷ്ടപ്പെട്ട ദൂതന പിശാചായി യെശയ്യാ പ്രവചനം, മരണോദയപുത്രനായ ശുക്ര നീ വെട്ടേറ്റു വീണതെങ്ങനെ? അതാ അനാദി നിത്യത. 2 തോട്ടത്തിൽ ആദമ്യ കുടുംബത്ത് തോട്ടത്തിൻ്റെ നടുവിലൊരു ഫലമുണ്ടായിരുന്നു. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ പുറത്തു പോകും. ആ യുഗം, ആ നിൽക്കൽമഷ യുഗം. അവ ഭക്ഷിച്ച് ആദമിനും കൊടുത്തു. ആദ്യത്തെ കുടുംബജീവിതം അവിടെ തകരുന്നു. 3 മനസാക്ഷി യുഗം. ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും 2 കുഞ്ഞുങ്ങൾ. കായീൻ ഹാബേൽ, ആരാധനയ്ക്ക് വേണ്ടി വരുന്ന കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. ഹാബേലിൻ്റെ രക്തം അവിടെ നിലവിളിക്കുന്നു. ഹാബേലിൻ്റെ രക്തം നിലവിളിച്ചു. സ്വർഗം ചോദിച്ചു, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? കായീൻ പറഞ്ഞ്, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. ആ യുഗത്തിൻ്റെ പേരാ മനസാക്ഷി യുഗം. ഗുണം പിടിക്കാത്ത മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവസാനം മോശയെ ദൈവം കൊണ്ടുപോയി സീനായുടെ മഴയിൽ അവിടെ കൊണ്ടുവന്ന് 750 പ്രമാണവും 10 കൽപ്പനയും കൊടുത്തു. ഇസ്രായേലിൻ്റെ പാളയം. അതിനുശേഷം ആ കൽപ്പലകളെ അവൻ എറിഞ്ഞുടച്ചു
ഉറച്ചു. ന്യായപ്രമാണ യുഗം കഴിഞ്ഞപ്പോൾ ഒരുവൻ വന്നു, അവൻ്റെ പേരാ സങ്കലന യുഗത്തിൻ്റെ പ്രത്യേകത. സങ്കലന യുഗത്തിൽ സ്നാപക യോഹന്നാൻ വന്നു. ബൈബിൾ 66 പുസ്തകങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ. ബൈബിളിനകത്ത് ഒരു മിനി ബൈബിളുണ്ട്, യെശയ്യാ പ്രവചനം. പഴയത് 30, 39, 40 സ്നാപക യോഹന്നാൻ്റെ അനൗൺസ്മെൻറ്റ്. സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരുവിൻ, ദുർഘട പാതകളെ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുകയും. യോഹന്നാൻ വിളിച്ച സർപ്പസന്തതികളേത്. ഞങ്ങൾ ഇന്ന് മക്കളെന്ന് വിളിച്ചിട്ട് ആരും പരിഗണിക്കുന്നില്ല. സ്വോത്രം കണ്ടില്ലേ? യോഹന്നാൻ അതാ വിളിച്ചത്. യോഹന്നാൻ്റെ തല താലത്തിൽ അറക്കപ്പെടുമ്പോൾ ഈ മിനിസ്ട്രി ഏറ്റെടുക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ബേത്ലഹേമിൽ പൂജാത് മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളർന്നു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാൻ സ്നാനമേറ്റു. 33-ര തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി മരിച്ചവൻ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 40-ാം ദിവസം ഒലിവുമലയിൽ ശിഷ്യന്മാരുടെ തലകളിൽ കരം വെച്ചിട്ട് ഒരു മേഘം താഴേക്ക് വന്ന് അവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടു. സങ്കലനയുഗ യേശു ഒരു കാര്യം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1 വാഗ്ദത്തത്തിൻ്റെ ശക്തി. അതാ ഏതാണെന്നറിയാമോ? കൃപായുഗം. അപ്പോസ്തല പ്രവൃത്തി 2 പെന്തക്കോസ് വരുന്ന ആളിൽ 120 പേർ സഖിയോൻ മാളിക മുറിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരംഭിച്ചു ദൈവസഭ. ഈ സഭയെ ചേർക്കുവാനാ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടുന്ന കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇതെല്ലാം കൃപായുഗത്തിൻ്റെ പ്രത്യേകത. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ദൈവസഭ എടുക്കപ്പെടും. അതോടൊപ്പം തന്നെ എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശം ഉണ്ടാകും. ഇൻ്റർനെറ്റിൻ്റെ യുഗം നടക്കും. അതിനുശേഷം ലോകമഹായുദ്ധം. അതായിരിക്കും നാളെ പ്രസംഗിത. കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ അതിനോടനുബന്ധിച്ച് എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യും, യെരുശലേമിൻ്റെ ആലയം. അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ഇലക്ഷനിൽ 16 അല്ല, ഇപ്പോൾ 9Gയിലേക്ക് ലോകം കുതിക്കുന്നു. അത് പറയുമ്പോൾ ഇന്ന് രാത്രി. അപ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെട്ടിയൊരു സംഭവമുണ്ട്. വട്ടിയൂർക്കാവ് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ദേവി, ആയുർവേദ ഡോക്ടർ, കൂടെ പാമ്പാടിക്കാരൻ നവീൻ, അതിനുശേഷം വേറെ ഒരു പെൺകുട്ടി ആര്യ, ശ്രീകാര്യ സ്കൂളിലെ പെൺകുട്ടി, അരുണാചൽ പ്രദേശിൽ എങ്ങനെ മരിച്ചു? സാത്താൻ്റെ കരങ്ങൾ അവരുടെ പിൻപിൽ കടക്കാം. ഇൻ്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടറും മനുഷ്യനും, അന്ത്യകാലത്തെ സാത്താൻ്റെ കൊലപാതകം. വായിച്ചു തുടങ്ങുന്നു വെളിപ്പാട് പുസ്തകം 13-15. നിങ്ങളുടെ പത്രവാർത്തയും കർത്താവിൻ്റെ വരവ് നാളെയും ഇത് തന്നെ ആയിരിക്കും. വെളിപ്പാട് 13-15 കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് അവിടെ നിന്ന് നിൽക്കട്ടെ. ഇതാ കിടക്കുന്നു, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. കേട്ടോണേ, യോഗം കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും കാണാം. 7 വർഷം മുമ്പ് ആലിക്കോട് ഞാൻ കൺവെൻഷന് വന്നാൽ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്താ പറയുന്നത്? മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. ഇതാ കിടക്കുന്നു. 2018 ഡിസംബർ മാസം സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു. കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കണ്ടു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് സംസാരിക്കുന്നു. സ്വോത്രം. ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം അവൾ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു. നിങ്ങൾക്കറിയണം, ഇതൊക്കെ മനസ്സിലാക്കണം. തിരുവനന്തപുരംകാർ സ്വോത്രം. പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് അവൾ മാറി. ഇപ്പം ചാറ്റ് GPT ഗ്രോക്കായി സോഫിയ. ആ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് വന്നപ്പോൾ പിള്ളേർ അവളോട് ചോദിച്ചിട്ട് എന്താ ആഗ്രഹം? അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. കമ്പ്യൂട്ടർ പറയുന്നു, റോബോട്ട് കല്യാണം കഴിക്കണമെന്ന്. ഇന്ന് രാത്രി റോബോട്ടില്ലാത്ത കാലം, ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലം, കയറും വയറും ഇല്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? യോഹന്നാൻ പത്മോസിൽ പറഞ്ഞു, അന്ത്യകാലം റോബോട്ട് സംസാരിക്കുമെന്ന്. കരമുയർത്തുന്നവർക്കായി ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ, ഇതാ ബൈബിളിൻ്റെ നൈർമല്യത. ഇവിടെ ഒരു പുസ്തകവും പറയാത്ത കാലത്ത് ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിനകത്ത് പറഞ്ഞു, റോബോട്ട് സംസാരിക്കോ അമ്മച്ചി എന്ന്. രാത്രി കരമുയർത്ത്. വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ഉയർത്തുന്നവൻ എൻ്റെ ദൈവത്താൽ, ഇത് പ്രസംഗിക്കുന്നവൻ എൻ്റെ ദൈവത്താൽ, ഈ വചനം എടുക്കുന്നവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. കരമുയർത്തുന്നവർക്കാൽ. ഇതിൻ്റെ പേര് റോബോട്ട് സംസാരിക്കും. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അടുത്തത് കമ്പ്യൂട്ടർ മർഡർ. കുഞ്ഞു വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമയെ വായിക്കാം. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും സാത്താന്റെ ഇഷ്ടം ആരാധനയാ. വഴങ്ങാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. റോബോട്ടിന് ആത്മാവിനെ കിട്ടാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി കേൾക്കണം. ദാണ്ടേ തൊടുപുഴക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, മലയാളി, അവൻ അമേരിക്ക IBM കമ്പനിയിൽ. എല്ലാവരും കേൾക്കണം, ഇതിനി ആരും ഇവിടെ പ്രസംഗിക്കത്തില്ല കേട്ടോ. അമേരിക്കയിൽ IBM കമ്പനിയിലാണ് അവർ റോബോട്ടിന് ഹൃദയം കൊടുക്കാൻ പോകുന്നു. കമ്പ്യൂട്ടറിന് വെച്ച് മനുഷ്യനെ കൊടുക്കാൻ പോകുന്നു. സ്വോത്രം. കമ്പ്യൂട്ടറിന് ഹൃദയം കൊടുക്കാൻ പോകുന്നു. റോബോട്ടിന് മനുഷ്യൻ. തൊടുപുഴക്കാരൻ, അമേരിക്കൻ IBM. അതിന് റോബോട്ടിന് ഹൃദയം കൊടുത്താൽ അവൻ ആരെങ്കിലോടും സ്നേഹം കാണുമോ? ഇന്ന് സ്വന്തം മക്കൾക്ക് അപ്പനും അമ്മയോട് സ്നേഹമില്ല. കാലം പോയില്ലേ? സ്വോത്രം. അപ്പനെയും അമ്മയും
അനാഥ മന്ദിരത്തിൽ കൊണ്ടിട്ടേക്കും അമ്മച്ചി. സ്വോത്രം. പിള്ളേരെല്ലാം വെളിനാട്ടിലാണ്. കഴിഞ്ഞ ദിവസം അനാഥ മന്ദിരം നടത്തുന്ന ഒരു ചേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മാസാമാസം കൃത്യം പൈസ അയച്ചു തരും. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നത്, ഒരമ്മച്ചി മരിച്ചു. ഇദ്ദേഹം ഗൾഫിലോ ലണ്ടനിലോ ഉള്ള പിള്ളേരെ വിളിച്ചു. അന്നേരം പറഞ്ഞു 1,00,000 രൂപ കൂടുതൽ അയച്ചേക്കാം, അമ്മച്ചേനെ അങ്ങ് അടക്കുകയും കൂടെ ചെയ്തേക്കാം, എന്നിട്ട് ലൈവ് കൊടുത്താൽ മതിയെന്ന്. കര ഉയരുന്നില്ലല്ലോ അമ്മ. സ്വോത്രം. ആ കിടക്കുന്നത് നൊന്ത് പ്രസവിച്ച പൊന്നെ ചക്കരെ മക്കളെ നിന്ന് എടുത്തുകൊണ്ട് കിടന്ന മക്കൾ ഇന്ന് ലണ്ടനിലും ദുബായിലും വരുന്നിട്ട് അനാഥ മന്ദിരക്കാരനോട് പറഞ്ഞ് നല്ല ഒരു പട്ടക്കാരനെ വിളിച്ച് അടക്കിയത് 1,00,000 അടക്കത്തിന് പ്രത്യേകം, എന്നിട്ട് ലൈവിൻ്റെ ലിങ്ക് കൂടിഞ്ഞ് കൊടുത്തിരുന്നാൽ മതിയെന്ന്. ഞങ്ങൾ ആ ലൈവ് ഇരുന്നിട്ട് അമ്മച്ചിക്ക് വേണ്ടി ഒരു വാക്ക് കരഞ്ഞോളാന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എത്ര വളർത്തിയാലും സ്വന്തം വളർത്തിയ മക്കൾ അപ്പനും അമ്മയോട് നീതി കാണിക്കുന്നെങ്കിൽ നീതി കാണിക്കുന്ന പിന്നെ ആ റോബോട്ട് നീതി കാണിക്കുന്ന. സ്വോത്രം. അതിൻ്റെ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക. ആ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുന്നതിൻ്റെ പേരാ ബ്ലൂ ബ്രൈൻ. അതിനാദ്യമായി ഇവിടെ ഒരു കളി വന്നു. കേരളത്തിലും വന്ന് തിരുവനന്തപുരത്തും വന്ന്. ആ കളിയുടെ പേരായിരുന്നു ബ്ലൂ വെയിൽ. അനവധി പേർ മരിച്ചു. നിങ്ങളുടെ തൊട്ടടുത്തൊരു അക്കരക്കരയുണ്ട്, മാർനല്ലൂർ പോങ്ങമ്മോട്. അവിടെ സ്ഥിരം ഞാൻ പ്രസംഗിക്കുന്ന കണ്ടലയും മാർനല്ലൂരും പോങ്ങമ്മോട്. അവിടുത്തെ CSIക്കാർക്ക് മുഴുവൻ അറിയാം. അവിടെ ഒരു പയ്യൻ 9th ക്ലാസ് പഠിക്കുന്നവൻ കെട്ടി തൂങ്ങി മരിച്ചു. എങ്ങനെ കെട്ടി തൂങ്ങി മരിച്ച്? കണ്ടല സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിയതല്ല, അവന് ഭാര്യയും മക്കളുമില്ല. ബ്ലൂ വെയിലിൻ്റെ കളി കളിച്ചിട്ട് അവസാനം സാത്താൻ്റെ കളിയിൽ അവൻ തോറ്റപ്പോൾ പിശാച് മെസ്സേജ് കൊടുത്തു, അവൻ വീട്ടിൽ കെട്ടി തൂങ്ങി മരിച്ചു. ബ്ലൂ വെയിൽ. അതുകൊണ്ട് ആ കളി നിർത്തിയത്. ഇന്ന് മക്കളെ സൂക്ഷിച്ചോണം. ഇൻ്റർനെറ്റിനകത്ത് സാത്താൻ്റെ കളി ഒരുപാടുണ്ട്. കൊച്ചുങ്ങളിപ്പോൾ വേറൊരു കളി കളിക്കുന്ന വെക്കടാ വെടി, പബ്ജി, ഇതെല്ലാം സാത്താൻ്റെ കളിയാണ്. സ്വോത്രം. അമ്മച്ചിമാരൊക്കെ സൂക്ഷിച്ചോണം. ഇത് അന്ത്യകാലമാണ്. അങ്ങനെ ഒരു കാലത്തിലേക്ക് ലോകം വരുന്നു. ഇന്ന് രാത്രി 1 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും, 2 മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക. ഇനി സാത്താൻ്റെ ഇഷ്ടം എന്തുവാ? സാത്താൻ്റെ ഇഷ്ടം ആരാധന. എല്ലാവരും കേൾക്കണം. എന്താ സാത്താൻ്റെ ഇഷ്ടം? ആരാധന. ശദ്രക്ക് മേശക്ക് അഭേദനകോക്ക് ദുരാസു സമഭൂമിയിൽ കൊണ്ടുപോയിട്ട് അവരോട് എന്താ പറഞ്ഞതെന്നറിയാമോ? സ്വോത്രം. ഒരു കാര്യം പറഞ്ഞു, എന്താ ഇതിനെ ഒന്ന് വണങ്ങിയാൽ മതി. സ്വോത്രാഴ്ചയും ദശാംശവും അല്ല ചോദിച്ചത്. സാത്താൻ്റെ ഇഷ്ടം ആരാധന. അത് കഴിഞ്ഞ് യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാച് എല്ലാ ടൗണും കാണിച്ചു. ഒന്ന് വണങ്ങിയേക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വണങ്ങാത്തവരെ കൊല്ലിക്കുവാൻ പിശാചിന് അധികാരം കിട്ടുന്നത്. അവന് ഡയറക്റ്റ് കൊല്ലാൻ അധികാരമില്ല, വണങ്ങാത്തവരെ കൊല്ലുവാൻ അധികാരം. അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ല്. സജു ചാത്തന്നൂരല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാം ഇന്ന് രാത്രി. കേട്ടോണേ, ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് കേട്ടോണേ. ഇനി ഞാനിതിവിടെ പ്രസംഗിക്കത്തില്ല. എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്ന് രാത്രി കേട്ടോണേ. ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, ശ്രദ്ധയോടെ ഇരിക്കണം, പാലിയോടിരിക്കുന്ന ഒരു പെൺകുട്ടി, ചെന്നൈയിലുള്ള ചെറുപ്പക്കാരനുമായിട്ട് നല്ല അടുപ്പം. 2 പേരിലും മെയിൽ ID ഉണ്ട്, വാട്സപ്പും ഉണ്ട്. രാത്രി 14 ഇഞ്ച് കമ്പ്യൂട്ടറുമായിട്ട് 2 പേരും കയറിയിട്ട് ചാറ്റ് ചെയ്യും. ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് ലാപ്ടോപ്പിലെ ക്യാമറ വഴി മുഖാമുഖം ചാറ്റ് ചെയ്യും. ഈ ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ പെൺകുട്ടിയോട് പറയും. പെൺകുട്ടി അനുസരിക്കത്തില്ല. ആ സമയത്തും പെൺകുട്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ, ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അവനൊരു വൈറസ് മെസ്സേജ് അയക്കും. ആ മെസ്സേജ് അയച്ചാൽ ലാപ്ടോപ്പിന് താങ്ങാൻ പറ്റത്തില്ല. ബാക്കിയുള്ളത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. എന്താ ശ്രദ്ധയോടെ കേൾക്കണമെന്നറിയാമോ? ഈ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം. ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്താ? ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സ്വോത്രം. പറഞ്ഞുതരാം. 5 ഘടകങ്ങൾ ഒരു ലാപ്ടോപ്പിന്. 1 മൈക്രോ പ്രോസസ്സർ, 2 അതിൻ്റെ കീപാഡ്, അടിയിൽ ലിഥിയം ബാറ്ററി, 3ാമത്തെ ഘടകം കഴിഞ്ഞു 4 ഇങ്ക് സ്ക്രീൻ, മൊബൈൽ കണക്ക്, പിന്നെ ദാണ്ട് ഈ സീരിയൽ ബൾബ ടച്ച് ചെയ്യുമ്പോൾ പ്രകാശിക്കുന്നത്. അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് അയച്ചാൽ ഈ സിസ്റ്റം ചൂടാവും. മൈക്രോ പ്രോസസ്സർ ബാറ്ററി എന്താകും? ഷോർട്ടാവും. ആ സമയത്ത് സീരിയൽ ബൾബ് പൊട്ടിത്തെറിക്കും. അല്ലേ തന്നെ നമ്മുടെ പെൺകൊച്ചുങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഏതാണ്ട് കടിച്ചു തിന്നാനിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ആ സമയത്ത് ലാപ്ടോപ്പ് പൊട്ടുമല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ചീള് പതിക്കും. മലയാളം. ഇന്ന് രാത്രി ഇവിടെ പ്രിയ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ മോൻ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുമ്പോൾ ഞങ്ങളുടെ ശബ്ദം അധികം കഴിഞ്ഞു പോയാൽ മോണിറ്ററിൽ നിന്ന് നേരെ കയറുന്ന ആംപ്ലിഫയറിൻ്റെ റെസിസ്റ്റൻസ് ആരും അറിയാതെ അങ്ങ് പോകുകയും. സ്വോത്രം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇൻ്റർനെറ്റ് ലോകത്തെ കീഴടക്ക്. അടുത്തത് കണ്ടോണം. തിരുവനന്തപുരം ജില്ല വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്ന്. അവക്കുള്ള പേരാ വ്യോമമിത്ര. അവളാണെന്ന് താണ്ടേ എവിടം വരെ എത്തിയെന്നറിയാമോ? വ്യോമമിത്ര. ബാംഗ്ലൂർ ISROയുടെ കാര്യം നിയന്ത്രിക്കുന്നത് ഇന്നൊരു റോബോട്ട്. അവക്കുള്ള പേരാ വ്യോമമിത്ര. ഇവിടുത്തെ ജോലിയെല്ലാം പോവും മക്കളെ. ദാ കിടക്കുന്നു. ഇന്ത്യയുടെ യന്ത്രസുന്ദരി വ്യോമമിത്ര. ബാംഗ്ലൂർ ISRO ഇവൾ നിയന്ത്രിക്കുന്നു. റോബോട്ട്. സോമനാഥ് സാറിൻ്റെ കൂടെ കൂടിരുന്ന കാര്യങ്ങൾ റോബോട്ട് നിയന്ത്രിക്കുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന്. അടുത്ത പത്രവാർത്തകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ തൊടുന്നില്ല. സാരിക്കാരിയായി സോഫിയ ദാ കിടക്കുന്നു. ഇപ്പോൾ സാരി ഉടുത്തിരിക്കുക. കല്യാണത്തിന് വേണ്ടി അവൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എത്ര നല്ല കാര്യം
രാജ്യം റോബോട്ട്. ഇവളെ ഉണ്ടാക്കിയതാ അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ ഗൂഗിളുമായിട്ട് ചേർന്ന് സഹകരിക്കുന്ന ജെഫ്രി ഹിൻഡൻ. ഇന്ന് രാത്രി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇതാ ബൈബിളും സയൻസ്. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി. ഇതാ കിടക്കുന്നു. അതിനാസ്പദമായി കണ്ടോ ഇനിയുള്ള കാര്യങ്ങൾ. കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, എല്ലാവരും കേൾക്കണം. അദ്ദേഹം ഇവിടെ 2 പ്രാവശ്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് വന്ദേ ഭാരതം കാട്ടാക്കട ഇലക്ഷൻ കൺവെൻഷൻ പടപടാ ഹെലികോപ്റ്ററിൽ നിന്നും പ്ലെയിനിൽ നിന്നും ചാടി ഇറങ്ങി. കൈ ലാപ്ടോപ്പ് ഉണ്ടോ? നാട്ടുകാരെല്ലാം കേൾക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ കുറ്റപ്പെടുത്തതില്ല, എല്ലാം നമ്മുടെ സ്നേഹിതർ. എന്താ അതിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തോട് ഇസ്രയേലിൻ്റെ ഹല്ലേലൂയ ചാരസംഘടന മൊസാദ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, രാഷ്ട്രീയക്കാർ കേട്ടാലും ഇന്ത്യക്കാരല്ല, ഇസ്രയേല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുഴുവൻ മൊസാദ്. അവർ പറഞ്ഞിട്ടുണ്ട് 2012 ബെഞ്ചമിൻ നെതന്യാഹു പറയും, സാറേ ലാപ്ടോപ്പ് കയ്യിൽ പിടിക്കരുത്, ഇതിനകത്ത് മെസ്സേജ് വന്നാൽ സാറിൻ്റെ കാര്യം കുഴപ്പം. 2017 ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറയും, സാറേ ഈ ലാപ്ടോപ്പ് കൈക്കകത്ത് വെക്കരുത്, പുകയാൻ സാധ്യത. നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ നെയ്യാറ്റിങ്കര, നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലം നെയ്യാറ്റിങ്കര DYSP അദ്ദേഹം ഇവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വരും. പാലിയോട് സംഘർഷം ഉണ്ടേ വരും. കയ്യിൽ ഒരു കുഞ്ഞ മൊബൈൽ കാണും. ലാപ്ടോപ്പ് ഇവിടെ പാലിയോട് ടൗണിൽ വെച്ച് ഞെക്കുന്ന കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഞെക്കത്തില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയും ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന് പറയും. സ്വോത്രം. അദ്ദേഹം മേശപ്പുറത്തിരുന്ന് വേണമെങ്കിൽ ഞെക്കും, അല്ലെ ഗൺമാൻ്റെ കൊടുക്കും. ലാപ്ടോപ്പ് പിടിച്ചാൽ പേടി. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ പോയി വെള്ളപ്പാൻറ്റും വെള്ള ഷർട്ടും വെള്ള ഉടുപ്പ്, TPM അപ്പച്ചനേക്കാളും നല്ല വൈറ്റ്, കൈ ലാപ്ടോപ്പ് പോയിട്ട് ഒരു മൊബൈൽ പോലുമില്ല, പിടിക്കത്തില്ല. അതിനുശേഷം ഇനി ഇവിടെ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, പെൺകുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. കേട്ടോ, നമ്മുടെ ചേട്ടന്മാർ തിരുവനന്തപുരത്ത് ഗൾഫിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൈക്കകത്ത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ വെച്ച് നോട്ടിക്കൊണ്ടിരിക്കും. പ്ലെയിൻ യാത്രയാകാൻ നേരം പെൺകുട്ടി പറയും, സ്വിച്ച് ഓഫ് യുവർ ടാബ് ആൻഡ് മൊബൈൽ ലാപ്ടോപ്സ്. നമ്മുടെ അണ്ണന്മാരല്ലേ, പെൺകുട്ടി എത്ര പറഞ്ഞാലും ഇട്ട് ഞെക്കിക്കൊണ്ടിരിക്കും. കപ്പയുടെ ചവിട്ടി എലി മാന്തുന്നുള്ള സോദരം. പെൺകുട്ടി നമ്മളെക്കാളും ബുദ്ധിയുള്ളവളാണ്. അവൾ ക്യാബിന് ചെന്നിട്ട് ഒരു ജാമർ ഒരു ഞെക്കും കീ കൂക്കും, പിന്നെ ഒറ്റ സിഗ്നലും കിട്ടത്തില്ല സോത്രം. പിന്നെ ഏതെങ്കിലും എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് കിട്ടുന്ന. ഇന്ന് രാത്രി പ്ലെയിൻ ഓടുന്ന സമയത്ത് ലാപ്ടോപ്പിനകത്ത് ഒരു മെസ്സേജ് വന്നാൽ, വൈഫൈ സംവിധാനത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? ലാപ്ടോപ്പ് ചൂടായാൽ അതിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായാൽ പ്ലെയിൻ തകരും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈലിനകത്ത് പലപ്പോഴും ഒരു സന്ദേശം വരാറുണ്ട്. എന്താ? അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത്, കരമുയർത്തുന്നവർക്കായി. അതുപോലെ തന്നെ ചില മെസ്സേജ് വന്നാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യരുത്. 15,000 രൂപയുടെ മൊബൈൽ പിന്നെ വേസ്റ്റാ, സോഫ്റ്റ്വെയറും കട്ടാക്കി കളയും. അങ്ങനെ ഒരു സംവിധാനം വരുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. അതിനാസ്പദമായി ഇന്ന് രാത്രി കേൾക്കണോ? തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന 8 വയസ്സുള്ള മോൾ, അപ്പനും അമ്മയ്ക്കും ഏക കുഞ്ഞ്. അവൾ മൊബൈലിനകത്ത് മണിക്കൂറുകൾ കാര്യം കൈകാര്യം ചെയ്തു. ബാറ്ററി പൊട്ടിത്തെറിച്ചു. ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു. കരമുയർത്തുന്നവർക്കായി മനോരമയിലെ വാർത്ത. സ്വോത്രം. ഒരച്ഛൻ്റെ ഒരു അമ്മയുടെ മകൾ. ഇതൊക്കെ വായിക്കണം അമ്മാമ്മേ, അല്ലാതെ സ്വപ്നയുടെ സ്വർണ്ണവും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. സ്വോത്രം. സ്വപ്നതോ എവിടെ ഇരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് ചിക്കൻ സാൻഡ്വിച്ച് നിന്ന് പിണറായി ഇതായപ്പോൾ ദുബായ് പോയിട്ട് വന്നിട്ട് കല്ലേലിയ ഓശന്നെ പാടുന്നു. ഇവിടെ റോഡിൽ ഇറങ്ങിയ നിങ്ങൾ പെരുവഴിയായിപ്പോയി. ഇന്ന് ഞാൻ പറയും ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. സ്വോത്രം. ഇവരെല്ലാം ഒന്നാ. ഇവിടുത്തെ കോൺഗ്രസ് ഒന്നാ, BJP ഒന്നാ, CPM ഒന്നാ. നിങ്ങളെല്ലാം ഈ നാടകം കളിക്കും. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ കൂടെ വന്ന ആളാണ്. ഇവിടുത്തെ എല്ലാവർക്കും എന്നെ അറിയാം. സ്വോത്രം. അതുകൊണ്ട് അത് നോക്കാതെ പത്രത്തിൽ നോക്ക്. ബാറ്ററി പൊട്ടിത്തെറിച്ച് തൃശ്ശൂരിൽ തിരുവല്ലാമലയിൽ പെൺകുട്ടി മരിച്ച കാഴ്ച നിങ്ങൾ കണ്ടു. ഇന്ന് രാത്രി പ്രസംഗിച്ച കാശ് ഇപ്പം നിങ്ങൾക്ക് തരാം. ദാണ്ട പാലിയോട് കഴിഞ്ഞ് നെയ്യാറ്റിങ്കര മാരായമുട്ടം പെട്രോൾ പമ്പിലുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ, കരമുയർത്തുന്നവർക്കായി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ മാരായമുട്ടത്ത് പെട്രോൾ പമ്പിൽ ഒരു പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ മൊബൈലിൽ ഒരു കോൾ വരിക. അസാധാരണ കോളെങ്കിൽ റിംഗ് നോട്ട് ടോൺ കൂടായാൽ, സ്പാർക്ക് അടിച്ചാൽ, ആ ഗണ്ണിലേക്ക് തീ പടർന്നാൽ മാരായമുട്ടം തീഗോളമാകും. കണ്ടോ? വെമ്പായത്ത് പെട്രോൾ പമ്പ് കത്തി. കർണാടകയിലെ തുംകൂറിൽ 18 വയസ്സുള്ള പെൺകുട്ടി എണ്ണയടിക്കാൻ പോയി സംസാരിച്ചു. സ്കൂട്ടറും പെൺകുട്ടിയും കത്തിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ചെന്നൈ ചെറുപ്പക്കാരൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ല്. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ടച്ച് മൊബൈലുണ്ട്. ഏഷ്യാനെറ്റിൽ അളകനന്ദ അടിക്കണം ഇന്റർനെറ്റ് മർഡർ വിത്ത് ജെഫ്രി ഹിൻഡൻ. അത് കഴിഞ്ഞിട്ട് 24 ന്യൂസ് ചാനൽ PPJ
ജെയിംസ് അടിക്കണം, ഇന്റർനെറ്റ് മർഡർ, മീഡിയ വൺ അടിക്കണം, PP നിഷാദ്, ഇവരെ അടിച്ചു നോക്കണം. ഈ പറഞ്ഞ കാര്യം ബൈബിളുമായിട്ട് അവർ പറഞ്ഞൊരു കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുക. ഈ കമ്പ്യൂട്ടർ റോബോട്ടിനെ ഉണ്ടാക്കിയ ചെറുപ്പക്കാരനെ ജെഫ്രി ഹിൻഡൽ, അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഇന്ന് ലാബ് വിട്ട് ഓടിപ്പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനം റോബോട്ട് മനുഷ്യനെ കൊല്ലുക. സാത്താന് നേരിട്ട് കൊല്ലാൻ കഴിവില്ല, അതുകൊണ്ട് അവൻ മനുഷ്യനെ കൊല്ലിക്കും. എങ്ങനെ കൊല്ലിക്കും? ആദ്യത്തെ സംഭവം, തിരുവനന്തപുരം കാടൽ ജിൻസൺ രാജ, പാളയം MM ചർച്ചിലെ മെമ്പർ. എല്ലാവരും കേൾക്കണം. എവിടാ? അവരുടെ വീട് തിരുവനന്തപുരം പാളയത്തിനടുത്ത്. നേരിട്ട് എനിക്കറിയാം, ഞാൻ MM ചർച്ച് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ്റെ അമ്മ ഡോക്ടർ, അപ്പൻ പ്രൊഫസർ, അത് കഴിഞ്ഞിട്ട് പെങ്ങൾ കരോലിൻ MBBS കാരി, വീട്ടിലെ വേലക്കാരി. നന്ദൻകോട് 2 സുവിശേഷകർ, അതിലൊരു വ്യക്തി CSI എന്നത്തെ ബിഷപ്പുവാ. സുവിശേഷകരുടെ വീടിൻ്റെ നടുവില അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നു. സ്വോത്രം. ഈ ചെറുക്കനെ എവിടെ വിട്ടു? പോലീസുകാരും നാട്ടുകാരും പറഞ്ഞവൻ കൊന്നുകളഞ്ഞ മാനസിക രോഗിയെന്ന്. ഒരു മാനസിക രോഗിയല്ല. ഈ കാടൽ ജിൻസൺ രാജ റഷ്യയിൽ MBBS പഠിക്കാൻ പോയി. അവൻ സാത്താനെ ആരാധിക്കുവാൻ പോയി. കറുത്തുടുപ്പും കറുത്ത പാൻറ് വിട്ട് സാത്താനെ ആരാധിക്കുന്നവൻ. അവൻ്റെ സ്വത്തത്രാന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്കറിയത്തില്ല. അമ്പൂരി കഴിഞ്ഞ വേറെ സ്ഥലമുണ്ട്, 6 കാണി 10 കാണി. അതിൻ്റെ പുറത്ത് ഗണപതി കല്ല് കളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ദൈവദാസന്മാർ കാണിച്ചു 13 ഏക്കർ തോട്ടമായി കാടൽ ജിൻസൺ രാജാക്കുള്ളത്. സ്വോത്രം. ഏക്കർ കണക്കിന് റബ്ബറുമുണ്ട്. തിരുവനന്തപുരത്ത് നന്ദൻകോട് സുന്ദരമായ വീട്. അന്ന് എല്ലാവരും പറഞ്ഞവന് തലയ്ക്ക് ചൂടാന്ന്. സ്വോത്രം. അവൻ സാത്താനെ ആരാധിക്കുന്നവനാ. തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല മുതൽ തിരുമല വരെ സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ. പച്ചയ്ക്ക് ഞാൻ പറയാം, അജിക്കറിയാം, സജുജാത്തന്നൂരേ ഇത് പറയത്തുള്ളൂ. സ്വോത്രം. പച്ചയ്ക്ക് ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ. ഇന്ന് രാത്രി അവനോട് പിശാച് പറഞ്ഞ് മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. CSI പാളയം MM ചർച്ചിലെ മെമ്പർ 4 പേരെയും കൊന്നിട്ട് തൂണോട് കെട്ടിവെച്ചു. പേരൂർക്കട പെട്രോൾ പമ്പിൽ പോയി മണ്ണെണ്ണ മേടിച്ചുകൊണ്ടത് കത്തിച്ച് കളഞ്ഞു. തിരുവനന്തപുരം ഞെട്ടിപ്പോയി. ഇന്നവൻ ദാ കിടക്കുന്നു പൂജപ്പുര ജയിലിൽ. ഒരു മാനസിക രോഗവുമില്ല. സ്വോത്രം. സാത്താനെ ആരാധിക്കാൻ പോയവൻ തീർന്നില്ല. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ? തിരുവനന്തപുരത്ത് പാമ്പാടി ഓർത്തഡോക്സ് സഭയിലെ ഒരു പയ്യൻ പഠിക്കാമെന്ന് നവീൻ, ആയുർവേദ കോളേജിൽ ഡോക്ടർ. അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, വട്ടിയൂർക്കാവുകാരി ദേവി. അവർ കല്യാണം കഴിച്ചു. അവർ സാത്താനെ ആരാധിക്കുവാൻ പോയി പുനർജന്മത്തിന് വേണ്ടി. അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കൂടി, വട്ടിയൂർക്കാവിൽ ലാറ്റക്സിൽ ജോലിയുള്ള ഒരു അച്ഛൻ്റെ മകൾ. അവളുടെ പേര് ആര്യ. ശ്രീകാര്യം സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പെൺകൊച്ച്. അവളുടെ കല്യാണം ഉറച്ചു. ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും ഏകമകൾ. വിവാഹത്തിന് വേണ്ടി സാരിയെല്ലാം മേടിച്ച് എല്ലാം ശരിയാക്കി. അടുത്ത മാസം കല്യാണം നടക്കാനിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരി പെൺകുട്ടിയെ ചാക്കിട്ട് കൊണ്ട് എവിടെ പോയെന്നറിയാമോ? എവിടെ പോയി? അരുണാചൽ പ്രദേശ്. അവർ 6 ദിവസം പുനർജന്മം. മനുഷ്യൻ മരിച്ചാൽ പുനർജന്മം കിട്ടുമോ? സാത്താനെ ആരാധിക്കുന്ന കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ടു. ആരോ അവരുടെ പിന്നിലുണ്ട്. പോലീസ് ഒത്തുകളിക്കോ? വിടത്തില്ല, പുറത്തു വിടത്തില്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വെച്ച് മരിച്ചാൽ നിങ്ങൾക്ക് പുനർജന്മം കിട്ടും. അവരെ ലാപ്ടോപ്പ് മുഴുവൻ എടുത്തു. കണ്ട കാര്യം, 6 ദിവസം കഴിച്ചിട്ട് 4 ദിവസം അവർ മുറിക്കിറങ്ങിയില്ല. അപ്പച്ചമ്മച്ചി ഇതെല്ലാം കേട്ടോണം. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ചെറുപ്പക്കാരൻ ആരുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു, ഈ 2 പേരെയും കൊല്ലണം, നീയും മരിക്കണം, പുനർജന്മം കിട്ട്. അതിനാസ്പദമായി പാമ്പാടിക്കാരൻ നവീൻ, എല്ലാവരും കേൾക്കണം, പാമ്പാടിക്കാരൻ നവീൻ എന്ത് ചെയ്തു? ഈ പെൺകുട്ടികൾക്ക് രക്തമൊഴുകാതിരിക്കാൻ കട്ട പിടിക്കാൻ മരുന്ന് കൊടുത്തിട്ട് ശരീരം ബ്ലേഡ് കൊണ്ട് വരച്ചിട്ട് കാലിൽ എഴുതി വെച്ചു 666 സാത്താൻ സേവ. ബാക്കിയെല്ലാം ഏഷ്യാനെറ്റിനകത്തുണ്ട്. 2 പെൺകുട്ടികളെയും കൊന്നു കളഞ്ഞു. അതിനുശേഷം അവന് മരിക്കാൻ ബുദ്ധിമുട്ടായി. അവൻ കഴുത്ത് ഞരിച്ച് മരിക്കുന്നതിന് മുമ്പ് ശരീരം മറിഞ്ഞിട്ട് അവനും എഴുതി 666. തീർന്നില്ല. ആ ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാർ ഞെട്ടിപ്പോയി. ശരീരം മുഴുവൻ പിശാച് പറഞ്ഞ് വരച്ചിട്ട് സാത്താന്റെ നമ്പർ അതിനകത്ത് എഴുതി വെച്ചു. ഇന്ന് രാത്രി അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ഇന്ന് രാത്രി യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, കരമുയർത്തുന്നവർക്കായി നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ? എലത്തൂർ ട്രെയിൻ സ്ഫോടനം. ഡൽഹിക്കാരൻ വന്ന് ട്രെയിൻ സ്ഫോടനം നടത്തി. അവൻ പോലീസിനോട് പറഞ്ഞ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. തിരുവനന്തപുരം. ബാക്കിയൂടെ നിങ്ങൾ കേട്ടോ. യഹോവ സാക്ഷികളുടെ സർക്യൂട്ട് സമ്മേളനം. ഒരുത്തൻ ടിഫിൻ ബോക്സിനകത്ത് ബോംബ് വെച്ചു. 6 പേരെങ്ങാണ്ട മരിച്ചു വീണത്. ആ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവനും പറഞ്ഞു മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല, അതിനവൻ പദ്ധതി വെക്കും. യോഹന്നാൻ 16:2 നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക. അതാ പാമ്പാടിക്കാരൻ നവീൻ, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ദേവി ആര്യ കാലിനകത്ത് വരച്ചു വച്ചിരിക്കുന്നു 666. ഇന്ന് രാത്രി ഹല്ലേലൂയ മണ്ണടിക്കോണമേ,
നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കവാതിൽക്കലായി. കരമുയർത്തുന്നവർക്കായി ഇത് ചെയ്യേണ്ടത്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 സയൻസൂടെ താമസമിന സാത്താൻ്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരാൻ പോകുന്നു. ഈ ലാപ്ടോപ്പൊക്കെ മനുഷ്യനെ കൊല്ലുന്ന കാര്യം ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ്റെ പേര് അലൻ ടോറി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ത്യദിനങ്ങളിൽ ഈ ലാപ്ടോപ്പ് സഹിതം മനുഷ്യനെ കയറി പിടിക്കുക, ഇൻ്റർനെറ്റ് മർഡർ. ഇന്ന് രാത്രി 2 കാര്യം കേട്ടോണം. അടുത്ത ഭാഗത്തിലേക്ക് സാത്താൻ്റെ പ്രതിമ ഒരിക്കൽ നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ്റെ മുഖം കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി ഈ സോഫിയയുടെ മൂത്ത ചേച്ചിക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം ലഭിക്കാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി ചങ്കിനകത്ത് കൈവച്ച് പറയണം, എതിർ ക്രിസ്തുവിന് ബ്ലൂ ബ്രെയിൻ കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പോലീസ് പലതും മറച്ചിരിക്കുക. തിരുവനന്തപുരം ഞെട്ടുന്നു. അരുണാചലിൽ നിന്ന് വന്ന മൃതദേഹം FIR, ശരീരം കീറിമുറിച്ചു. പിശാചിൻ്റെ സംഖ്യ എഴുതി ഏഷ്യാനെറ്റ് മാത്രം പുറത്തുവിട്ടു. സാത്താനെ ആരാധിക്കുന്ന കൂട്ടമായിരുന്നു ഇവർ. പുനർജന്മത്തിന് വേണ്ടി പോയി ആരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അരുണാചൽ പ്രദേശിൽ വെച്ച് മരിച്ചു. 100% സാക്ഷരതയുള്ള കേരളം, തിരുവനന്തപുരം. അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഇവിടെ വരും. ഇന്ന് രാത്രിയും ഇന്നലെ രാത്രിയും ബേസിക് കമ്പ്യൂട്ടർ വരാൻ പോകുന്നു. യഹൂദൻ്റെ ആലയത്തിനകത്ത് വായിച്ചു തുടങ്ങാം. എതിർ ക്രിസ്തു ദൈവാലയം പണിയാൻ പോകുന്നു. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും. മോൾ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 6:1-2 വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്ക്. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവൻ എന്ത് ചെയ്തു? ജയിക്കാനായി. വായിച്ചാട്ടെ. അവനൊരു കിരീടവും ലഭിച്ചു. അതാ വേൾഡ് റൂളർ, ലോകഭരണം അവന്റെ കയ്യിലേക്ക്. അടുത്ത വാക്ക്. അവൻ ജയിക്കുന്നവനായും പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ ലോകം ഒരുവൻ ഭരിക്കണം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക രംഗം, ഇവിടുത്തെ കൃഷി, അതുപോലെ ബാങ്കുകളുടെ തകർച്ച, ഗ്ലോബൽ വാർമിംഗ് ഒരുവൻ. അവൻ ഭരിക്കാൻ വരുമ്പോൾ ലോകത്തിലെ അന്താരാഷ്ട്ര പ്രശ്നമുണ്ട്. യഹൂദന് ദൈവാലയമില്ല. കടക്കാൻ പോകുന്നു റോബോട്ടിലൊക്കെ. ശ്രദ്ധയോടെ ഇരിക്കണം. ഇതെല്ലാം പ്രവചനം, ആരും പ്രസംഗിക്കത്തില്ല. ഇത് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കേണ്ടതാ. യെരുശലേമിൻ്റെ ദേവാലയങ്ങൾ. 1 സമാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അത് മരുഭൂമിയിൽ പോയി. 2ാമത്തെ ആലയം, ജ്ഞാനിയ ശലോമോൻ ദൈവാലയം BC 606 നെബൂഖദ്നേസർ തകർത്തു. 3 കോരശന്റെ ഇടയ എസ്രാ, നെഹമ്യാവ്, സെരബാബേൽ അവരാൽ ദേവാലയം പണിതു. ആ ദേവാലയം തകർന്നില്ല. അത് എവിടായി? റോമിൻ്റെ ഭരണത്തിങ്കൽ ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിത ദൈവാലയത്തിൽ യേശു വന്നു. ആ യേശു അവസാന പെരുന്നാൾ ദേവാലയത്തിൽ പറഞ്ഞു. മത്തായി 24:1-2 അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ യേശുവിനെ ആലയത്തിൻ്റെ പണി കാണിച്ചു. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ അന്താരാഷ്ട്ര പ്രശ്നം, യഹൂദന് ദേവാലയമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 9ാമത് ഷെക്കേന മിനിസ്ട്രീസിൻ്റെ കൺവെൻഷനിലിരിക്കുമ്പോൾ 12 കാര്യങ്ങൾ യഹൂദൻ്റെ ദേവാലയത്തിന് വേണ്ടി നടക്കുന്നു. 1, ശ്രദ്ധയോടെ ഇരിക്കണമേ, ഇന്ന് ജെറുസലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി. 2, ആലയത്തിന് വേണ്ടി ട്രംപ് അവിടെ കോൺസുലേറ്റ് തുറന്നു. 3, ഇന്ന് ഇസ്രായേൽ യഹൂദൻ്റെ രാഷ്ട്രമായി UN-നകത്ത്. 4ാമത്തെ കാര്യം, ഏറ്റവും നിർണായകമായി $60 ലക്ഷം $3 ബില്യൺ യഹൂദൻ ആലയത്തിന് വേണ്ടി പിരിച്ചു. 5, ഏകദേശം 200-ൽ പരം കുഞ്ഞുങ്ങൾ ആത്മീയ മന്ന ബൈബിൾ കോളേജ് പഠിക്കുന്ന പോലെ അവിടെ സേവനത്തിന് വേണ്ടി. 6, 44 ദിവസം കൊണ്ട് പണിയാനുള്ള ബ്ലൂ പ്രിൻ്റ് റെഡിയായി. 7ാമത്തെ കാര്യം, ഏവരും കേൾക്കണം, അത് പണിയാൻ ഒരു കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ ടീം ആൻഡ് ബെയറിംഗ്. അത് കഴിഞ്ഞ് 8ാമത്തെ കാര്യം, ഭൂമി പരിശോധിക്കാൻ ഒരു കൺസൾട്ടൻറ്റിനെ റെഡിയാക്കി, ഹാൽക്രോ കൺസൾട്ടൻറ്റ്. 9ാമത്തെ കാര്യം, എല്ലാവരും കേൾക്കണം, യെരുശലേം ദൈവാലയത്തിനകത്ത് ചുവന്ന പശുക്കുട്ടികൾക്ക് വേണ്ടി ഇസ്രായേൽ ക്ലോണിങ്ങിൽ ചുവന്ന പശുക്കുട്ടികൾ. 10,
സുഹൃത്തെ, അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് അഡ്വാൻസായി 4 പശുവിനെ കൊണ്ടുവന്നു. 11ാമത്തെ കാര്യം, യഹൂദൻ ഒരു പള്ളി പണിഞ്ഞാൽ ലോകത്തിലുള്ള യഹൂദന്മാരെല്ലാം ഇവിടെ ഓടി വരും. ട്രാഫിക് നിയന്ത്രിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഷക്കീന കൺവെൻഷൻ ഒരു ചെറുപ്പക്കാരനെ അവർ പഠിപ്പിക്കാൻ വിട്ടു, ബ്രിട്ടനിൽ പോലീസിൽ. അവൻ്റെ പേര് റോണിയൽ ഷക്കർ. അവൻ മടങ്ങി വന്നു കഴിഞ്ഞു ട്രാഫിക് നിയന്ത്രിക്കാൻ. 12ാമത്തെ കാര്യം, ആലയത്തിനകത്ത് ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാൻ ലേവിയുടെ പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന് ഇടുവാൻ മാർപ്പതക്കം മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചിൻ്റെ ഹല്ലേലൂയ തൊണ്ടിൽ നിന്നുണ്ടാക്കി ചകിരി പിരിക്കുന്നത് പോലെ മാർപ്പതക്കം ഇസ്രയേൽ ഉണ്ടാക്കി. അന്ത്യദിനങ്ങൾ. 13ാമത്തെ കാര്യമാ, ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് സംഘടന നടക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് പറയുന്നു, അപ്പൻ ആരോ ആയിക്കോട്ടെ, അമ്മ യഹൂദ സ്ത്രീ ഉണ്ടെങ്കിൽ അവർ ഇസ്രയേലിലേക്ക് മടങ്ങി വരാം. കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോകജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും. ഒരു മണി പോലും ശേഷിപ്പാതെ മടങ്ങി വരും, സകലരും മടങ്ങി വരും. 14ാമത്തെ കാര്യം, ഇനി കുഞ്ഞു വായിക്കും. ആലയത്തിനകത്ത് സ്വോത്ര കാഴ്ചയിടാൻ കൊയിൻ റെഡിയായി. അതാ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സംഭവം. വായിക്കാം പുറപ്പാട് പുസ്തകം 30, 12, 13. അമ്മമ്മ ഇതെല്ലാം നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് നാട്ടുകാരോട് പറയാം, നിങ്ങളുടെ ചർച്ചിൽ ക്ലാസ് എടുത്ത് പ്രസംഗിക്കാം. അത്രയും ക്ലിയറാ. കർത്താവിൻ്റെ വരവ് അടുത്തുപോയി. പുറപ്പാട് 30, 12, 13 മോൾ വായിച്ച് സഹായിച്ചാട്ടെ. വായിക്കാം. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ താന്റെ ജീവന് വേണ്ടി ബൈബിളും പ്രവചനവും വായിച്ചാട്ടെ. യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവരും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആലയത്തിന്റെ നന്മയുടെ കണക്ക് പ്രകാരം യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ. അടുത്ത വാക്ക്, അര ശേക്കൽ കൊടുക്കണം. അര ശേക്കൽ. മോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം. ഇതാ 50 പൈസയുടെ തുട്ട്. കേട്ടോണേ. 1948 മെയ് മാസം 14-ാം തീയതിയാ. ഇനി പറയുമ്പോൾ ഞാൻ വായിക്കും പറയാം. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ സ്വതന്ത്രമായത്. അന്ന് അവരുടെ നാണയത്തിൻ്റെ പേര് ശെക്കേൽ. 25 ഉണ്ടായിരുന്നു, 50 ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരുടെ കണക്കിപ്പോൾ അവർ 25, 50 നിർത്തിയിട്ട് 30 കൊല്ലമായി. 1 രൂപ നാണയം പോലെ 1 ശെക്കേലേ ഉള്ളൂ. എന്നാൽ കോവിഡ് കാലത്ത് എല്ലാവരും കേൾക്കണം, ഒരു സംഭവം നടന്നിരിക്കുക. ഏറ്റവും നിർണായകമായി അര ശെക്കേൽ നാണയം ഫ്രീ ആയിട്ട് അടിച്ച് എല്ലാ വീട്ടിലും കൊണ്ട് ട്രഷറി സൂക്ഷിച്ചതുപോലെ ഇപ്പോൾ സൂക്ഷിച്ചു കൊടുത്തിരിക്കുന്ന ഇസ്രയേൽ. എന്താ, അര ശേക്കൽ നാണയം ആലയത്തിനകത്ത് കാണിക്കയിടാൻ ഇസ്രയേൽ അടിച്ചു കൊടുത്തു. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അടുത്തത്, ശെക്കേൽ എന്നത് 20 ഗേര. അടുത്തത്, അര ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. കോവിഡ് കാലത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തേക്ക 20 പൈസന് മേളുള്ളവർ. മോള് വായിച്ചാട്ടെ. അടുത്ത വാക്യം കൂടെ ക്ലിയർ ആയിരിക്കണം ബൈബിൾ. അടുത്തത്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഇടണ്ട. ബാക്കി 20 വയസ്സ് മേളിലുള്ളവർ സിനഗോഗിൽ വരുമ്പോൾ സ്വോത്ര കാഴ്ച ഇടണം. ഇവിടെ ഒരു കാര്യം, പെന്തിക്കോസ്തുകാർ, CSI കാര്യം, ധനവാനും ദരിദ്രനും എല്ലാവരും ഒരേ തൂക്കം. വായിച്ചാട്ട് മോളെ. ഇവിടെ അടുത്ത വാക്യം കൂടെ. അടുത്ത വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അര ശേക്കൽ അധികം കൊടുക്കരുത്. പാലിയോട്ട് പണമുള്ള അച്ചായ അര ശേക്കൽ കൂടുതൽ കൊടുക്കരുത്. അടുത്തത്, ദരിദ്രന് കുറച്ചു കൊടുക്കരുത്. അതുകൊണ്ട് ട്രഷറി നടിച്ച നാണയം സ്വോത്രകാഴ്ച ഇടുവാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തു, കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു യഹൂദൻ ഒരാലയം. ഷെക്കേന മിനിസ്ട്രീസിന്റെ 9ാമത് കൺവെൻഷനിൽ ഇന്ന് രാത്രി കേൾക്കുന്നവർ പറയണത്, 2 ആലയം ഭൂമിയിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി യഹൂദന്റെ ആലയം പണിത് അവിടെ അരശേക്കൽ കാണിക്ക വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. ഈ തലമുറയിൽ ഇന്ദ്രകാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി മണ്ണടിക്കോണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി. ഇനി അവിടെ ആരെ കൊണ്ടുവരുത്തും? കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. എതിർക്ക് സ്വാദ്യം ആലയം പണിയോ കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. എല്ലാവരും ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം ബൈബിൾ കൂടെ വെച്ചിരിക്കണം. നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കണം. പുറത്ത് മഴ പെയ്യുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വചനം നല്ല ക്ലിയർ ആയിരിക്കണം. ദാനിയേൽ 12-11 ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും. മോൾ വായിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം 12-11 വാക്യം വായിക്കാം. നിരന്തരം ഹോമയാഗം ഇന്ന് ദൈവാലയം അവർക്കില്ല. ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബ. ശോഭിയുടെ മൂത്ത ചേച്ചി അവിടെ കൊണ്ടുവെക്കും.
ഇന്ന് രാത്രി അടുത്തതെടുക്കണം. അവൻ അവിടെ നിന്ന് സംസാരിക്കും. ഗൂഗിൾ വരുന്നവരോട് വായിക്കാം. 2 തെസ്സലോനിക്കർ 2:4. ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും. ഇതാ യഹൂദന്റെ പീഡാകാലം. കേട്ടോ, ഇത് പിന്നെ 2 തെസ്സലോനിക്കർ 2:4. ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് വായിക്കാം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അതാണ്ട് അവനെ ഈ റോബോട്ടിനെ കൊണ്ടുവെക്ക. സോഫിയുടെ മൂത്ത ചേച്ചി വരുന്നവരോട് വണങ്ങാൻ പറയും. വായിച്ചാട്ടെ മോളെ. ദൈവമെന്ന് നടിച്ച് ഞാനാ ദൈവം. അല്ല, യേശു ക്രിസ്തു ഒന്നും അല്ല ദൈവം. മശിക ഞാനാണെന്ന് യവൻ ദൈവാലയത്തിൽ പറയും. റോബോട്ട്. അടുത്തത് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇതാ യേശുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. എതിരാളി തന്നെത്താൻ ഉയർത്തും. യേശു ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. കാൽവറിയുടെ കൊലക്കളത്തിൽ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു കരമുയർത്തുന്നവർക്കായി. അതാ കാൽവറി. ദാ കിടക്കുന്നു ദൈവാലയത്തിൽ. ആരാ? ഇവന്റെ പ്രതിമയെ കൊണ്ടുവരും. അതാ യേശു പറഞ്ഞു ഇസ്രായേലിനോട്, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും കരമുയർത്തുന്നവർക്കായി. അതാ അവനടുക്ക വാതിൽക്കൽ. എത്ര ക്ലിയറാ ബൈബിളും പ്രവചനവും. അവൻ വരുന്നവരടുത്തെല്ലാം വണങ്ങാൻ പറയും. ഇനി പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾക്കണേ. 6 മിനിറ്റ് കൂടെ ഓടിപ്പോകും. എന്താ? ഈ യഹൂദനോട് വണങ്ങാൻ പറയും. യഹൂദൻ വണങ്ങോ? എല്ലാ ദൈവമക്കളും കേൾക്കണം. എല്ലാ ദൈവമക്കളും കേൾക്കണം. പണ്ട് 2 കുഞ്ഞുങ്ങൾ. ഒന്ന് ആരാണെന്നറിയാമോ? മോശ. മറ്റേത് അഹരോൻ. മോശയാ സഭയെ ഏൽപ്പിച്ചിരുന്നത്. ഒരു നാടൻ കഥ. മോശയ്ക്ക് ഇടയ്ക്ക് വിസ കിട്ടി സീനായിപ്പായി. സഭ ആരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. എല്ലാവരും കേൾക്കണം. അഹരോനെ ഏൽപ്പിച്ചപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? അഹരോൻ സഭയ്ക്കകത്ത് നിന്ന് ആദ്യ ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന മാറ്റി. ശലോമോൻ പാസ്റ്റർ എന്തുകൊണ്ട് ഇത് എന്താ കൊണ്ടുവച്ചത്? യവന്റെ അകത്ത് എന്തുമായിരുന്നു? സ്വോത്രം. ശലോമോന്റെ അകത്ത് കാളക്കുട്ടിയായിരുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അഥവാ യെരൂശലേം യഹൂദനോടുള്ള ബന്ധത്തിലകത്ത് യവൻ സത്യത്തിലും ആത്മാവിലും ആരാധന വിട്ടിട്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി ദൈവാലയത്തിൽ. മോശ തിരിച്ചു വന്നപ്പോൾ ഒരു സംഭവം കണ്ടു. സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട ദൈവജനം കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുന്നു. വായിച്ചവർ എത്ര പേരുണ്ട് മനസ്സിലാക്കുന്നത്? അഹരോന്റെ അകത്തിരിക്കുന്ന വിഗ്രഹം. അന്ന് മോശ നിലവിളിക്കാൻ തുടങ്ങി. മോശ നിലവിളിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, മോശയെ, യഹോവയുടെ പക്ഷത്തുള്ളവർ നിന്റെ അടുക്കലേക്ക് വരാൻ കൽപ്പിച്ചു. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? കാളക്കുട്ടി അഹരോന്റെ അകത്തിരുന്ന വിഗ്രഹത്തിന്റെ ആരാധനയിൽ നിന്ന് അന്ന് രാത്രി മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ബാക്കി വീട്ടിൽ ചെന്ന് പുറപ്പാട് 32:26 വായിക്കണം. അന്ന് രാത്രിയിൽ പാളയത്തിനകത്ത് ഒരു സംഘർഷം നടന്നു. എത്ര പേർ ആരാധനയിൽ വീണു? പഴയ നിയമ വിഗ്രഹ ആരാധനയിൽ 3000 പേർ പട്ടു വീണു കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അതാ. എന്നാൽ പുതിയ നിയമസഭയിൽ പത്രോസിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും കരമുയർത്തുന്നവർക്കായി. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ. പെന്തക്കോസ് പെരുന്നാൾ വചനം വായിക്കുന്ന എത്ര പേർക്കറിയാം? 2900 പേരില്ല, 3100 പേരില്ല. പഴയ നിയമത്തിൽ ജാതീയ വിഗ്രഹാരാധനയിൽ 3000 പേർ പട്ടുവീണപ്പോൾ പുതിയ നിയമസഭയുടെ ആരാധനയിൽ 3000 പേർ കരമുയർത്തി കർത്താവിനെ രക്ഷിതാവായി. അവർ കലക്കവെള്ളത്തിൽ ചാടി, അവർ സ്നാനമേറ്റു, ദൈവസഭയോട് ചേർന്നു. ആ സഭയെ ചേർക്കുവാനാ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത് കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി യഹൂദൻ കേട്ടോ, അവൻ വിഗ്രഹത്തെ വണങ്ങത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, ബൈബിൾ. അതിനകത്ത് ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 20:4 വായിക്കണ്ട. മേലാകാശത്തിലും കീഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴ് യാത് വെള്ളത്തിലും ഒരു വിഗ്രഹത്തെ വണങ്ങരുത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവർ റോബോട്ടിനെ വണങ്ങത്തില്ല. റോബോട്ടിനെ വണങ്ങാത്തവരെ അവർ വെട്ടിക്കൊല്ലും. 2 എതിർക്രിസ്തു. ആര്? ഇന്നലെ ഞാൻ കേട്ടില്ലേ, സിറിയയിൽ നിന്ന് വരുന്നവനായി എതിർക്രിസ്തു. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. എല്ലാവരും കേട്ടോണം. അവന്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. അവൻ ഒരിക്കൽ ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി. ഇസ്രായേലിൽ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല. അന്നൊരു കാര്യം നടന്നു. അവൻ തിരിച്ചു വന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. എന്താ ചെയ്തതെന്നറിയാമോ? ദൈവാലയത്തിൽ പന്നിയുടെ രക്തമൊഴിച്ചു. എല്ലാവരും കേൾക്കണം. അന്ന് പന്നിയുടെ രക്തം മാത്രമല്ല, വായ്ക്കകത്തെ യഹൂദന്റെ പന്നിയുടെ മുപ്പല്ലിക്കകത്ത് വായ്ക്കകത്ത് മാംസം കുത്തിക്കയറ്റി. ഇനി വരുന്ന സിറിയയിൽ നിന്ന് വരുന്ന എതിർ ക്രിസ്തു ഇന്നത്തെ ചുവന്ന പശുവിന് പകരം എന്തോ ചെയ്യുന്നറിയാം? ആലയത്തിൽ
കുടത്തിനകത്ത് പന്നിയുടെ രക്തമൊഴിക്ക്. യഹൂദൻ ഇത് കുടിക്കത്തില്ല, യഹൂദൻ കുടിക്കത്തില്ല. പന്നിയുടെ മാംസം വായ്ക്കകത്ത് കയറ്റു. അവർ നിലവിളിച്ചോടുന്ന ഒരു കാലം വരാറായി. ആ കാലഘട്ടത്തിൽ ഇസ്രയേൽ നിലവിളിക്ക്. അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, മത്തായി 23:37 വീട്ടിൽ ചെന്ന് വായിക്കണം. യെരൂശലേമേ യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ കരമുയർത്തുന്നവർക്കായി നിന്റെ മക്കളെ മറച്ചു കാക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. സ്വോത്രം. ആ കാലമായ യഹൂദന്റെ പീഡാകാലം. മോളൊരു വാക്ക് വായിക്കണം. മത്തായി 24:15-16. അന്ന് യഹൂദന്റെ ദൈവാലയത്തിൽ എന്ത് സംഭവിക്കും? മത്തായി 24:15-16 വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത റോബോട്ട് സോബിയുടെ മൂത്ത ചേച്ചി ദൈവാലയത്തിൽ അടുത്തത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ യഹൂദൻ വായിച്ചട്ടെ, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അടുത്ത വാക്ക്, അന്ന് യഹൂദയിലുള്ളവർ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചോടും. അന്ന് മലകളിലേക്ക് ഓടിപ്പോകും. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഇടവേള. ഇന്ന് രാത്രി കേട്ടോണേ, യഹൂദൻ ജീവനും കൊണ്ടോടും. 1, അവൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. 2, അവൻ പന്നിയുടെ രക്തം വായിക്കൊള്ളത്തില്ല. അന്ന് IS-ന്റെ മിലിറ്ററി, ഇന്നും മലയാള മനോരമയിൽ IS ഇന്ത്യയിൽ കണ്ടോ, IS-ന്റെ മിലിറ്ററി കളിക്കാവിളയിൽ ചെറുപ്പക്കാരനെ വെടിവെച്ചു വന്ന് സിറിയയിൽ കഴുത്തറത്ത മിലിറ്ററി അന്ന് എന്തോയും യഹൂദന്റെ കഴുത്തറത്ത് താഴെയിടും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സത്യവചനമായി ഇനി ഞാൻ മണ്ണടിക്കോണത്ത് വന്നില്ലെങ്കിൽ കേൾക്കണം. യഹൂദന്റെ ദൈവാലയത്തിൽ താമസമിന റോബോട്ടിനെ കൊണ്ടുവരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയണം, റോബോട്ട് യെരൂശലേമിന്റെ ദൈവാലയത്തിൽ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് കാകളനാദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങാറായി. 2, യഹൂദന്റെ രക്തം അവിടെ വീഴും. എതിർക്കശുവിന്റെ പട്ടാളക്കാർ അപ്പച്ചാമച്ചി ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കള് മധ്യാകാശത്തിൽ കൊണ്ടുപോകുവാൻ മേഘങ്ങളെ തേരാക്കി എൻ്റെ കാന്തൻ ഈ തലമുറയിൽ വരാറായി. ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ആ ദിവസത്തെ പറ്റി യേശു പറഞ്ഞതെന്താ? വായിക്കാം ഇടവേളയിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 9:4 വാക്യങ്ങൾ വായിച്ചിട്ട് മോളെ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. മണ്ണടി കോണത്തിന് ഇതാ നിങ്ങളുടെ കൺവെൻഷന്റെ സന്ദേശം ഇന്ന് രാത്രി. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. അച്ചായ, അമ്മച്ചി, സഹോദര, സഹോദരി, കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഈ വർഷം നമ്മൾ ചെയ്യേണ്ടത്, കാലം ഇനി അധികമില്ല, ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയും. കരമുയർത്തുന്നവർക്കായി. പെന്തക്കോസ് അല്ല, ഞാൻ പെന്തക്കോസിന്റെ സന്ദേശമല്ല നിങ്ങളോട് പറയുന്നത്. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരുടെ കൊലക്കളത്തിൽ മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് കരം വെച്ച് അനുഗ്രഹിച്ചവൻ രാജാക്കന്മാരുടെ രാജാവായി വരും. സഹോദര, ഇന്ന് രാത്രി ആന്റണി പാസ്റ്റർ ദൗത്യമല്ല, സജു ചാത്തന്നൂരിൻ്റെ അല്ല, ശമുവേൽ പാസ്റ്റർ അല്ല, നിങ്ങളുടെ ദൗത്യവും കൂടെ ആയിരങ്ങളോടല്ല. ഈ വർഷം ഒരു തീരുമാനമെടുക്കണം. ഈ വർഷം ഇനി ഷെക്കേനയുടെ കൺവെൻഷനിൽ ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകനെന്ന് ഞാൻ പറയും. കരമുയർത്തുന്നവർക്കായി എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്വ്. ആ കാലത്തെ പറ്റി യേശു ഒരു വാക്ക് പറഞ്ഞു. മോള് വായിക്കും ഇടവേളയിലേക്ക്. വായിച്ചാട്ടെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ കരം ഒന്ന് ഉയർത്തിയാട്ടെ അമ്മാമ്മ. ഈ കാലഘട്ടത്തെ പറ്റിയ യഹൂദനോട് സ്വർഗം പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ പറയണം, ആ രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് ഷെക്കേന കൺവെൻഷനിൽ കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഇവിടുത്തെ ദൈവമക്കൾക്കോ കരമുയർത്തുന്നവർക്കായി നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു പൊഴുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടാറായി. മണ്ണടിക്കോണമേ ആലിക്കോടെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. വിശ്വസിക്കുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. പുണ്യസ്ഥലങ്ങൾ
വിഗ്രഹങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. കൺവെൻഷന്റെ രണ്ടാമത് രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ ആട്ടോയ്ക്കകത്തോ ഇരുന്നു കൊണ്ട് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യേശു പരമയാഗമായെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായി കൊണ്ട് ആരേറ്റു പറയുന്നു, ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. നിന്നെ ചേർക്കുവാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. बाइयों बहनों, आज रात को ऐसी आवाज सुनने वाला है. आप लोग किधर भी बैठेगा, आप लोग दूसरा दिन में ये आवाज सुननेगा, किधर भी जाने का नहीं. आप ये आवाज सुनना चाहिए. इसी 2000 साल पहले परमेश्वर उनका बच्चा यीशु मसीह को धरती में भेज दिया. आपका पाप का परिहार के लिए कालवरी का पहाड़ का अंदर वो मृत्यु किया. उनका एक आदमी आका एक चाकू उनका दिल का अंदर मारा. 6 लीटर चाहेगा, ये 6 लीटर खून उसका वो दिल से निकल गया. उनका खून से मेरे को सफाई करेगा. किसी भाई बहन हाथ उठाएगा, इसी रात को आपका ना वो परमेश्वर का किताब में डालेगा. परमेश्वर का किताब में डालने वाला को पकड़ने के लिए दोबारा मेरा यीशु फिर भी आएगा. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കൂ, എന്തിനാ ഭാഷ ഹിന്ദി പറയുന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കണോ? പിന്നെ എറണാകുളത്തിനകത്ത് പിറവത്താണ് ഞാൻ പ്രസംഗിക്കാൻ പോയത്. ഏറെ ദൂരെ യാത്ര ചെയ്ത് IPCയുടെ കൺവെൻഷൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് 2 ചായ കുടിച്ചു. കടയിൽ മൊത്തം നോക്കിയപ്പോൾ ഹിന്ദിക്കാർ. ഞാൻ ആ ചേട്ടനടുത്ത് ചോദിച്ചു, സ്വോത്രം ചേട്ടാ, ഇത് ഇവിടെ മൊത്തം ഹിന്ദിക്കാരെന്നോ? അദ്ദേഹം പറഞ്ഞു, എവിടെ വന്നേ? ഞാൻ പറഞ്ഞു, പ്രസംഗിക്കാൻ വന്നേ. അയ്യോ പാസ്റ്ററെന്നോ, ഇവിടെ മൊത്തം ഹിന്ദിക്കാരാ. സ്വോത്രം. ഞാൻ അന്ന് രാത്രി 2 ദിവസം ഞാനാ പ്രസംഗിക്കട്ടെ. അന്ന് രാത്രി ഞാൻ നല്ലതുപോലെ കുറച്ച് വാചകം ഹിന്ദി പറഞ്ഞു. യോഗം കഴിഞ്ഞ് പാട്ടുപാടി ആശീർവാദം കഴിഞ്ഞപ്പോൾ 8 ഹിന്ദിക്കാരനെ കാണാൻ വന്നിട്ട് ചോദിക്കുക, അമാരയിലെ കോൻ ബാത് കിയ, ഞങ്ങൾക്ക് വേണ്ടി ആരാ സംസാരിച്ചതെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, അമ്മനെ ബാത് കിയ. ഞാൻ പറഞ്ഞു, നാളെയും വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, വളരെ അത്യാവശ്യം എവിടുന്നെങ്കിൽ ഹിന്ദി ബൈബിൾ കൊണ്ടുവരുന്ന അവന്മാർ നാളെയും വരുമെന്ന്. പിറ്റേന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 16 ഹിന്ദിക്കാരെന്നെ കാണാൻ വന്നു. യേശു മശിഹ പാപത്തിൻ്റെ പരിഹാരത്തിന് അറുക്കപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 16 പേർക്കും ബൈബിൾ കൊടുത്ത് ആന്റണി പാസ്റ്ററെ, ആയിരങ്ങളുടെ രക്ഷയ്ക്കായിരിക്കല നമ്മുടെ ഒരു വാക്ക് കൊണ്ടായിരിക്കും ഒരു പാപി മാനസാന്തരപ്പെടുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സഹോദര സഹോദരി, ഇന്ന് രാത്രി വചനം കേട്ട് നീ എങ്ങ് ഓടിപ്പോകാതെ നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് കാൽവറിയിൽ പരമയാഗമായെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കുക? അവരെ ചേർക്കുവാൻ യേശു വരാറായി. യെരുശലേമിൻ്റെ ദൈവാലയത്തിനകത്ത് സാത്താൻ്റെ പ്രതിമ റോബോട്ടിൻ്റെ മൂത്ത ചേച്ചി വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. IS-ന്റെ പട്ടാളക്കാർ വന്ന് യഹൂദന്റെ കഴുത്തറത്ത് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ പാലിയോട് മാലിക്കോട് അത് കഴിഞ്ഞിട്ട് മണ്ണടിക്കോണത്തെ ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ആലിക്കോട്, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോടായി മാറ്റാൻ. അതുകൊണ്ട് 10 പതിറ്റാണ്ടുകളായി ശമൂൽ പാസ്റ്റർക്ക് അറിയാം. അതുപോലെ ഈ ഷക്കീനയിലെ കുഞ്ഞുങ്ങൾ 100 കണക്കിന് സ്ഥലങ്ങളിൽ യേശുപ്പച്ചനെ ഉയർത്തുവാൻ ഈ മക്കളെ ദൈവം ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ പണമല്ല വലുത്, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രോത്സാഹനവും ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർത്തട്ടെ. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഇൻ്റർനെറ്റ് മർഡറും യെരുശലേം ദൈവാലയത്തിൽ റോബോട്ടിൻ്റെ പ്രതിമയും വണങ്ങാത്ത യഹൂദനെ കൊല്ലുന്ന ഭാവികാല സംഭവങ്ങൾ കേട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഇലക്ഷനിൽ ആദരണീയനായ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു, 6G അല്ല, വരുന്നു 9G. ലോകം അസ്തമിക്കാറായി. ഇനി ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. 9G ഇൻ്റർനെറ്റ് വരുമോ? ബൈബിളും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചോണം. ഇതെല്ലാവരും എടുക്കണം. 9G ഇൻ്റർനെറ്റ് ഇത് വഴിയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും. ബാക്കി നാളെ. വെളിപ്പാട് 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചട്ടെ. വെളിപ്പാട് 11:2-3 വായിക്കാം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം, ആലയത്തിന് പുറത്തുള്ള യെരുശലേമിന്റെ ദേവാലയം പണിയും അതിന്റെ പുറത്തുള്ള പ്രാകാരം കേട്ടോണേ, അളക്കാതെ വിടുക. അളക്കാതെ വിടുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികൾ വന്ന് അവിടെ ചവിട്ടും. ഇനി അടുത്ത കാര്യം വായിക്കണം. അടുത്ത വാക്ക്. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 മാസം സഭയെടുത്താൽ 3.5 വർഷം എതിർക്രിസ്തു ആലയം പണിതിട്ട് യഹൂദനല്ലാത്ത ജാതികൾ മുഴുവൻ യെരുശലേം ചവിട്ടും. അടുത്തത് ആ കാലഘട്ടത്തിൽ
അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും. എന്തിനു വേണ്ടി വരം നൽകും? വായിക്കാമള്. അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം 3.5 വർഷം അവര് ഇസ്രായേലിന് വേണ്ടി പ്രവചിക്കും. വായിച്ചാട്ട് മക്കളെ. പ്രവചിക്കും. അടുത്ത വാക്ക്, അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ. മതി, അവിടെ നിൽക്കട്ടെ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇനി 9Gയിലേക്കാ വരുന്നത്. മോള് 11:7 മറ്റും എടുത്തോണം. എന്താ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുമ്പോൾ 2 സാക്ഷികൾ, എല്ലാവരും കേൾക്കണം. ഇതാ 9G ഇന്റർനെറ്റ്. 2 സാക്ഷികൾ യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി വരും. അവിടെ നിൽക്കട്ടെ. ആരൊക്കെയാ വരുന്നത് ഇന്ന് രാത്രി കേൾക്കണം. ബൈബിളിനകത്ത് ഒത്തിരി ചിന്താഗതികളുണ്ട്. ചിലർ പറയുന്ന മോശയാ, ചിലർ പറയുന്ന ഏലിയാവ. ഇവിടെ എല്ലാവരും കേൾക്കണം. ഒരാൾ ഏലിയാവ, മരണം കാണാതെ കാറ്റുകളിനകത്ത് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഏലിയാവ്. അത് അതിൽ തന്നെ ഉണ്ട്. ഏലിയാവ് തന്നെ വരും. ഇന്ന് ബൈബിൾ പഠിപ്പിക്കുന്നവരിൽ 2 പേര് പറയുന്നു. ചിലർ പറയുന്ന മോശയാ, ചിലർ പറയുന്ന ഹാനോക്ക്. ഇവിടെ നല്ല വചനം പഠിക്കുന്ന അമ്മച്ചിമാരും സഹോദരന്മാരും ഇരിപ്പുണ്ട്. മോശയല്ല വരുന്നത്. അതിൻ്റെ പ്രത്യേകത, പഴയ നിയമത്തിൻ്റെ വിമോചകനായിരുന്നു മോശ. നിങ്ങൾ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കണം. അവൻ ഇസ്രായേലിൻ്റെ മക്കളെ പുറപ്പെടുവിക്കുന്നു. സ്വർഗം മോശയോടൊരു കാര്യം പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ. പക്ഷേ മോശ ഒരു കഴപ്പം കാണിച്ചു. ഈ ജനത്തിൻ്റെ പിറുപിറുപ്പ് കണ്ട് കയ്യിലിരുന്ന വടിയെടുത്ത് എന്തോ ചെയ്തെന്നറിയാമോ? പാറക്കിട്ട് അടി കൊടുത്തു. കോരിന്ത്യ ലേഖനം വരുമ്പോൾ ആ പാറ ക്രിസ്തു, ആ ആത്മീയ പാറയല്ലോ നമ്മ വഴി നടത്തിയത്, ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്തത്. അപ്പം മോശയെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? എല്ലാവരും കേൾക്കണം. വാഗ്ദത്ത കനാനി കൊണ്ടുപോയില്ല, സ്വർഗം പിസ്കാ കൊടുമുടിയിൽ കൊണ്ടുവന്ന് നമ്മുടെ അമ്പൂരി മലയെ കൊണ്ടുവന്നിട്ട് കാട്ടാക്കടയും കള്ളിക്കാടും കാണിച്ചോല് മോശയെ കാണിച്ചു. മോശ മരണപ്പെട്ടെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മോശയുടെ ശവശരീരം ബേത്ത് പെരിയോറിന് താഴെയിൽ ഒരു താഴ്വരയിൽ അടക്കി. അപ്പം മോശയുടെ ശവശരീരം എന്താ പാളയത്തിൽ വിട്ടുകൊടുക്കാഞ്ഞ്? എല്ലാവരും കേൾക്കണം. മോശയുടെ ശവശരീരം വിട്ടുകൊടുത്താൽ 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയവനാ മോശ. 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയ മോശയെങ്കിൽ അവരുടെ ശരീരം വിട്ടുകൊടുത്താൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവിടുന്ന് കന്യാകുമാരി മുതൽ നമ്മുടെ കുരിശുമല തൊട്ട് മലയാറ്റൂർ വരെ കുരിശടി അങ്ങ് പണിയും. സന്തോഷമില്ലല്ലോ, കരമുയരുന്നില്ലല്ലോ. അപ്പം ദൈവം ആര്? അവൻ്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിച്ചു. പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വോത്രം, ശവശരീരം വേണം. അപ്പോൾ ഇവൻ കൽപ്പന ലംഘിപ്പിച്ചാണ്. മീക്കായേൽ ഇറങ്ങി വന്നു. മീക്കായേൽ ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞ? പിശാചിനെ ഭത്സിച്ചു. യൂദായുടെ ലേഖനം. പിന്നെ ഈ മോശയുടെ കാര്യം പറയുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒസാമ ബിൻ ലാഡൻ എന്ന് പറയുന്ന അൽ-ഖൈദയുടെ നേതാവ്, അവൻ ജനിച്ചത് എവിടെ? സൗദി അറേബ്യയിലാണ്. വളർന്നത് തോറ ബോറ അഫ്ഗാൻ. അവസാനം അവനെ തട്ടിയത് പാകിസ്ഥാൻ. ഈ 3 പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അമേരിക്ക അവനെ കൊല്ലുമ്പോൾ പാകിസ്ഥാനി വെച്ചാൽ കൊന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷുകാരന്മാർ ബുദ്ധിയുള്ളവനാ. ആ ശരീരം സൗദിക്കും കൊടുത്തില്ല, അഫ്ഗാനും കൊടുത്തില്ല, പാകിസ്ഥാനും കൊടുത്തില്ല. ഇവിടെ എവിടെങ്കിലും കൊണ്ടുപോയാൽ ഒരു കല്ലറ പണിഞ്ഞാൽ എല്ലാവരും അവിടെ ചെല്ലും. അതിന് ഇംഗ്ലീഷുകാർ ഒരു പണി ചെയ്തു. ഒസാമ ബിൻ ലാഡൻ്റെ ശവശരീരം കടലിനകത്ത് കെട്ടിത്താഴ്ത്തി. അവിടെ പിന്നെ ആരും പോയി കടലിൽ കുരിശടി പണിയത്തില്ലല്ലോ. പിന്നെ മോശ എവിടെ? കേട്ടോണേ, മോശയുടെ ശവശരീരം കിട്ടിയാൽ നമ്മുടെ KP യോഹന്നാൻ മെത്രാപ്പോലീത്തയായിട്ട് കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി കണ്ട് മരിച്ചത് അമ്മാമേ. 14 ദിവസമായിട്ട് പാപത്തിനെ ഇങ്ങനെ നീട്ടിച്ചുകൊണ്ട് നടക്കുക. ഇതാ ക്രിസ്ത്യാനികൾ. മിണ്ടുന്നില്ലല്ലോ. യേശു മരിച്ചപ്പോൾ അവൻ്റെ ശരീരം കാൽവറിയിൽ നിന്നെടുത്ത് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയെ കൊണ്ടടക്കി. ഇന്നത്തെ ക്രിസ്ത്യാനികൾ കാണണം. മാനത്തോടിരിക്കുന്ന KP യോഹന്നാൻ തിരുമേനിക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുക. അദ്ദേഹത്തെ അമേരിക്ക അടക്കിയെന്ന് വിചാരിച്ചെന്തോ? ഈ 14 ദിവസം മരുന്നും കുത്തി ഈ നാട് നീളെ കൊണ്ട് നടക്കേണ്ട കാര്യം എന്തോ? യേശുവിന് കാൽവറിയിൽ നിന്ന് ആ ശവശരീരം എടുത്തിട്ട് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിലടക്കി. ക്രിസ്ത്യാനികളെ മാനസാന്തരപ്പെട്. ഹൈന്ദവൻ ഇത്രയും വിശ്വാസമില്ല. അവൻ ഒരു ദിവസത്തിൽ കൂടുതൽ ഡെഡ് ബോഡി വെക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി, അത് മുസ്ലിം സഹോദരങ്ങളാകട്ടെ, 1 അല്ല 2-നപ്പുറം ശലോമൻ പാസ ഏത് വലിയ പുള്ളിയായാലും അവരടക്ക്. ഇന്ന് കുറച്ച് പണവും അധികാരവും വന്നപ്പോൾ ഇതാ ബൈബിൾ പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ കരമുയരുന്നില്ല. വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അദ്ദേഹം എവിടെ വെച്ചോ മരണപ്പെടട്ടെ.
അദ്ദേഹം എവിടെ കല്ലറയിടലക്കിയാലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവൻ ഗംഭീരനാഥത്തിൽ എടുക്കപ്പെടുമെങ്കിൽ ഇനി തിരുവല്ലായി തന്നെ അടക്കണോ? കണ്ടോ, മഹത്വമാർക്ക്? ദൈവത്തിനല്ല, മനുഷ്യന്. ഇതാ ലോകം തീരാറായി, ഈ ഭൂമിയെ നീ വെച്ചുകൊണ്ടിരിക്കല്ലോ കേട്ടോ. കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് പലരും ആ അടക്കത്തെ കണ്ട് പലരും എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന തിരുമേനിമാരും ഇതൊക്കെ തന്നെയാണ്. സന്തോഷമില്ലല്ലോ. പെന്തിക്കോസിലെ പാസ്റ്റർമാരും ദൈവം കൊടുത്ത കാഴ്ചപ്പാട് മാറ്റി ലോകത്തിൻ്റെ വഴിക്കകത്ത് പോയി വീടും കാറും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ നേടി, ഭദ്രാസനവും സിംഹാസനവും നേടി. ഒരുവൻ സർവ്വലോകവും നേടിയാലും കരമുയരുന്നില്ലല്ലോ അമ്മാമേ. അവസാനം ഭക്തന്മാരുടെ മരണ യഹോവയ്ക്ക് വിലയേറിയതാ. വചനം വിട്ടപ്പോൾ യോഹന്നാൻ തിരുമേനി എങ്ങനെ മരിച്ചെന്ന് വീട്ടുകാർക്കും അറിയത്തില്ല, നാട്ടുകാർക്കും അറിയത്തില്ല. ചിലർ പറഞ്ഞ് തട്ടിക്കളഞ്ഞു, ചിലർ പറഞ്ഞ് കാറിന് മുമ്പ് ചാടി. ഇന്ന് രാത്രി ഈ ഓൺലൈനിൽ കാണുന്ന തിരുമേനിമാർ, പാസ്റ്റർമാർ, സഭാ നേതാക്കന്മാർ, പെന്തിക്കോസിൻ്റെ മുതലാളിമാർ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കൂട്ടിനകത്ത് നിങ്ങളും കയറും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ബൈബിളിനകത്തൊരു കാര്യമുണ്ട്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സ്വോത്രം. കൊച്ചു കുഞ്ഞപ്പി ഉപദേശി, വലിയ കുഞ്ഞപ്പി ഉപദേശി, കേൾക്കണോ? ഒരു മിനിറ്റ് കേൾക്കണം. മൂത്താമ്പിളാക്കൽ ഉപദേശി, സ്വോത്രം. അദ്ദേഹം മരിക്കാൻ തുടങ്ങിയപ്പോൾ ആരാണ്ടൊക്കെ വന്ന് ഏതൊക്കെയോ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്തോന്നറിയോ? ആരും വേറെ കാര്യം പറയരുത്, എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. കണ്ടോ, ഭക്തന്മാരുടെ മരണം. മൂത്താംപ്ലാക്കൽ ഉപദേശം മരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവ സാന്നിധ്യം ഇറങ്ങി. അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകാറായി, എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. ഇതാ ഭക്തന്മാരുടെ മരണമല്ല കാറിൻ്റെ മുമ്പിൽ ചാടിയും സ്വോത്രം, അല്ലെന്നുണ്ടെങ്കിൽ സ്വത്തിന് വേണ്ടി തള്ളിയിടാനും നിൽക്കത്തില്ല. മാനസാന്തരപ്പെട് ക്രിസ്ത്യാനി. 14 ദിവസം ഒരു ഡെഡ് ബോഡി ഇത്രയും കൊണ്ട് നടന്ന്. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ സ്നേഹിക്കുന്ന പാട്ടും പാടിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ അദ്ദേഹത്തിന് അമേരിക്ക ചർച്ചുണ്ട്, സെമിത്തേരി ഉണ്ട്, അവിടെ അടക്കിയ പോരെ. നാട്ടുകാരെ മുഴുവൻ കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വില പോലും ഇടിച്ചു കളഞ്ഞു. നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാനമായി പരമയാഗമായ നാഥന് കാൽവറിയിൽ നിന്ന് കെട്ടിയിട്ട് അരിമത്യാക്കാരനായ യോസഫിൻ്റെ പുതിയ വെട്ടിയ കല്ലറയിൽ അടക്കിയെങ്കിൽ ഇന്ന് യേശുവിൻ്റെ ഭക്തന്മാരെ നാടും കാണിച്ച്, വീടും കാണിച്ച്, നഗരവും കാണിച്ച്, കാപ്പേളയും പണിഞ്ഞു കൊണ്ടുവന്ന ക്രിസ്ത്യാനിയെ നീ മടങ്ങി വാ. സ്വോത്രം. അതുകൊണ്ട് മോശയുടെ ശവശരീരം ആർക്കും കൊടുത്തില്ല, സ്വർഗം അടക്കി. അപ്പം സ്വർഗം എന്താ? സ്നേഹമില്ലാത്തവനെന്നോ? എല്ലാവരും കേൾക്കണം. എന്താ ഇതെന്നറിയാമോ? മറുരൂപമല. കേട്ടവരെന്ന് കരമുയർത്തിയാട്ടെ. സ്വോത്രം. മറുരൂപമല. അവിടെ ഒരു കാര്യമുണ്ട്. ഇതാ മരണാനന്തര ജീവിതം. യേശു ശിഷ്യന്മാരുമായി പോയി. അപ്പോൾ മിന്നി വിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് 2 പേരിറങ്ങി വന്നു. 1 മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ്, 2 മരിച്ച് അടക്കപ്പെട്ട മോശ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ഇതാ മരണാനന്തര ജീവിതം, മറുരൂപമല. മരണം കാണാതെ എടുക്കപ്പെട്ടവന് നിത്യതയിൽ, അങ്ങനെയെങ്കിൽ മരിച്ചവനും നിത്യതയിൽ. അതുകൊണ്ട് മോശയല്ല വരുന്നത്. ആരാ വരുന്നതെന്നറിയാമോ? ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, പിന്നെ അവനെ കണ്ടില്ല. കരമുയർത്തുന്നവർക്കായി ഇതാ ബൈബിൾ പഠിക്കണം. എബ്രായ ലേഖനം 9:26-27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇനി വരുന്ന 2 സാക്ഷികൾ വരും. ആർക്കാ? നമ്മക്കല്ല, യഹൂദൻ്റെ വിടുതലിന് വേണ്ടി. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് SLCക്ക് ഇന്നാ A+++, അന്നത്തെ മാർക്ക് 210. പലരും 200 മാർക്ക് മേടിക്കും. അപ്പോൾ അധ്യാപകർ ഈ സൂപ്പർവേഷൻ നിൽക്കുന്ന പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന നമ്മൾ പേപ്പർ വാല്യുവേഷൻ നിൽക്കുമ്പോൾ അവിടുത്തെ മെയിൻ സാറിനോട് ചോദിക്കുക, സാറേ ഒരുത്ത 203 മേടിച്ച് 7 ഇട്ടങ്ങ് ജയിപ്പിച്ചാലോ? സന്തോഷമില്ലല്ലോ? സ്വോത്രം. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ശലോമോൻ പാസ്റ്റർക്ക് അറിയാം. അതുപോലെ നമ്മുടെ രക്ഷയ്ക്കല്ല, യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 2 സാക്ഷികൾ യെരുശലേമിൽ വരും. അവർ 1260 ദിവസം പ്രവചിക്കും. അതാ 9G ഇൻ്റർനെറ്റ്. ഇനി മോള് വായിക്കണം. അവരെ ആര് കൊല്ലും? ലോകം കാണും. 11, 7, 8, 9, 10, 11, 12. നിർത്തി വായിച്ചോട്ടെ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം അടുത്ത വാക്ക്, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, എതിർക്കസു, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അടുത്തത് അവരുടെ ജഡം ഇവിടെ കിടക്കും. അതാ 9G. വായിച്ചോട്ടെ മോളെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നുള്ള പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. 2 പേരുടെ ശവം കിടക്കും. മോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താട്ടെ. സ്വോത്രം. കർത്താവ് ഗദസമനയിൽ പിടിക്കപ്പെട്ടു, ഗബദായിൽ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗം. ആ മല കാൽവറി മല. താഴ്പ്പ പേര് വായിച്ചേക്കുന്നു. അത് മിസ്രയീം, സോദോം.
ഇന്ന് അവിടെ സ്വവർഗരതിക്കാരുടെ കേന്ദ്രമായി കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം, അതിൻ്റെ പേര് ലെസ്ബിയൻ ഗൈ മാരേജ്. ലോകത്തിലെ സ്വവർഗരതിക്കാരുടെ തലസ്ഥാനമായ ഇന്നത്തെ ജെറുസലേം. അതുകൊണ്ടാണ് ഹമാസ് രാവിലെ ആക്രമണം നടത്തിയപ്പോൾ കടൽ തീരത്ത് നിശാ പാർട്ടി നടത്തിക്കൊണ്ടത് 400 എണ്ണത്തിനെ വെട്ടിക്കൊന്നു കളഞ്ഞത്. സ്വോത്രം. അതുകൊണ്ടാണ് സ്വവർഗരതിക്കാരുടെ കേന്ദ്രം. നിങ്ങളുടെ മൊബൈൽ പറയാൻ വിഷമമുണ്ട്. ലെസ്ബിയൻ ഗൈ പരേഡ് അടിച്ചാൽ ആദ്യം വരുന്ന ഇസ്രയേലാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഇന്ന് ആത്മീയമായി തകർന്ന സോദോമിനകത്ത് അവരുടെ ശരീരം കിടക്കുന്നത് കാണും. ഇനി ആ 9G മോള് വായിക്കണം. മോഡി സാറ് 60 ബൈബിൾ 9G മോള് വായിച്ചട്ടെ. അടുത്ത വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇത്രയും പേര് യെരുശലേമിൽ കിടക്കുന്ന ശവം ലോകം മൊത്തം കാണണമെങ്കിൽ ഇവിടെ വരുന്നു 9G ഇന്റർനെറ്റ്. കരമുയർത്തിയാട്ടെ. ഇപ്പൊ ബൈബിള് ക്ലിയറായോ? ഇന്ന് രാത്രി 262 രാഷ്ട്രങ്ങൾ, 850 കോടി, കുറെ പേർ കർത്താവിന്റെ വരവിൽ, കുറെ പേർ ഇവിടെ മരിച്ചു വീഴും. അതിനുശേഷം ബാക്കിയുള്ളവർ യെരുശലേമിൽ കിടക്കുന്ന ശവം കാണണമെങ്കിൽ ഇവിടെ വരണം 9G ഇന്റർനെറ്റ്. മോഡി സാർ ഇപ്പോൾ 5G കൊടുത്തു. ഇനി അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ 60 പറയുന്നു. എന്നാൽ ഞങ്ങളുടെ ബൈബിൾ പറയുന്നു 9G അതിവേഗ ഇന്റർനെറ്റ്. അവരുടെ ശവം അവിടെ കിടക്കുന്നത് ലോകം കാണുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? കരമുയർത്തുന്നവർക്കായി ഇതാ ഇവിടെ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും യൂട്യൂബും വരുന്നതിനെ വിട്ട് ബൈബിളിനകത്ത് അതാ ഓൺലൈൻ ലോകം. ഇനി ഒരു കാര്യം കേൾക്കണം, മോളൊരു വാക്യം കൂടെ വായിക്കണം. എബ്രഹാം ലിങ്കൺ പണ്ട് മരിച്ചപ്പോൾ ലോകം അറിഞ്ഞത് 3 മാസം കഴിഞ്ഞതിന് ശേഷം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ രാവിലെ എന്തോ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത, ശ്രീലങ്കയുടെ തലയിൽ MLA തലയിൽ ഉണക്കത്തേങ്ങ വീണു. ഫ്ലാഷ് ന്യൂസ്. കരം ഉയരുന്നില്ലല്ലോ. ശ്രീലങ്കയിൽ MLA നടക്കാൻ പോയപ്പോൾ ഉണക്കത്തേങ്ങ വീണ ഫ്ലാഷ് ന്യൂസ് ഏഷ്യാനെറ്റ്. ലോകം എവിടം വരെ എത്തി? ഇന്നത്തെ ഓൺ ലൈവിലെത്തി. ഇനി അടുത്ത കാര്യം, ആ ജഡം 3.5 ദിവസം അവിടെ കിടക്കും. ഇനി അടുത്ത സംഭവം ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു 9G ഇന്റർനെറ്റ്. അടുത്ത വാക്യം മോള് പടപട വായിച്ചാട്ടെ. അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ സമ്മതിക്കുകയില്ല. ആന്റി ക്രൈസ്റ്റും പടയാളികളും അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ അനുവദിക്കത്തില്ല. ഇവിടെ വചനം പഠിക്കുന്ന കുറെ പേരുണ്ട്, കേൾക്കണം. കല്ലറയിൽ വച്ചാൽ ശവം ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യത. അഥവാ ലാസറിന്റെ കല്ലറയിൽ യേശു വിളിച്ചു, ലാസറെ പുറത്തു വരിക. അവൻ ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് യേശുവിനെ കല്ലറയിൽ വെച്ചു. പരിശുദ്ധാത്മ ശക്തിയിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഈ ശവം കല്ലറയിൽ വെക്കാതെ ഇവർ കൂടി നിന്ന് വെടിപൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ചക്കരയും മുട്ടായിയൊക്കെ തിന്നുമെന്ന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് ഇസ്രയേൽ മക്കൾക്ക് സുവിശേഷം പറഞ്ഞത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് അവരാ കൈവിടപ്പെട്ട സഭ. ഒന്ന്, സത്യസഭ കാന്തന്റെ വരവിൽ എടുക്കപ്പെടും. മറ്റേ സഭയ വചനമില്ലാതെ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടം, കൈവിടപ്പെട്ട സഭ. ഇന്ന് രാത്രി ആ കൈവിടപ്പെട്ട സഭയിലുള്ളവർ ഇത് കണ്ട് ലോകം മുഴുവൻ സന്തോഷിക്കും. ആ സമയത്ത് വായിക്കാം. സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തേക്കുകയും ചെയ്യും. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും. നമ്മൾ കല്യാണത്തിന് പോകുന്ന റെഡിമെയ്ഡ് ഡ്രസ്സ് കൊടുക്കും, കേക്ക് കൊടുക്കും. ദാണ്ടെ 2 പടയാളികളെ വെട്ടിക്കൊന്നു. ഇവരുടെ ജഡ എവിടെ കിടക്കുന്ന, ഇവരുടെ കർത്താവ് എവിടെ? ഞങ്ങൾ കല്ലറ വെക്കത്തില്ല. ഇവർ നൃത്തം ചെയ്യും. അന്ന് ഒരു സംഭവം നടക്കും. അതെല്ലാം ലോകം കാണും. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. 9G ഇന്റർനെറ്റ് വായിക്കാം. ആ സംഭവം എന്താ? വായിച്ചിട്ട് മോളെ. അടുത്തത് 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് ഉയരത്തിൽ നിന്ന് ജീവശ്വാസം വരും. അടുത്തത്, അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. അവിടെ നിൽക്കട്ടെ മോള്, വാക്യം മാറ്റല്ലേ കേട്ടോ. ആരാ നമ്മുടെ കർത്താവ്? എത്യോപ്യയുടെ മണ്ണിനകത്ത് ആദവന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ചലിക്കുന്ന ദേഹിയായെങ്കിൽ ആ ലാസറിന്റെ കല്ലറയിൽ വന്ന് ലാസറെ പുറത്തു വരിക പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നതുപോലെ നാറ്റം വച്ച 2 സാക്ഷികൾ കാലൂന്നി നിൽക്കും. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റാൽ ഇന്ന് രാത്രി ഞാനിവിടെ കൺവെൻഷൻ പ്രസംഗിക്കാം. ഞാനിവിടെ അടുത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നു. സ്വോത്രം. പാറശാലയിൽ നമുക്ക് പരിചയമുള്ള ഒരു രാച്ചായ മരിച്ചുപോയി. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ശലോമൻ പാസ്റ്റർ അവിടെ ഉണ്ട്, നമ്മുടെ ആൻ്റണി പാസ്റ്റർ ഉണ്ട്. അവിടുത്തെ ദൈവദാസന്മാർ എനിക്ക് സമയം തന്നു മരണ വീട്ടിൽ 4 വാക്ക് പറയാൻ. ഞാൻ പറഞ്ഞു, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? നല്ല വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശവപ്പെട്ടിന്ന് മരിച്ച അച്ചായൻ
പെരിയ തലപൊക്കി എഴുന്നേറ്റു. സ്വോത്രം. ആൻ്റണി പാസ്റ്റർ എവിടെ നിന്നെന്നറിയാമോ? സുഖമായിട്ട് പാലിയോട്ട് നിന്ന്. ശലോമൻ പാസ്റ്റർ വെള്ളറട, ഞാൻ ചാത്തന്നൂരും. കര ഉയരുന്നില്ലല്ലോ അമ്മേ. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റാൽ അവന് ചുറ്റും നിൽക്കുന്ന യഹൂദന്മാർ ഭയപരവശരായി തീരും. അവർ കാലൂന്നി നിന്നപ്പോൾ ഒരു ശബ്ദം അവിടെ കേട്ടു. അതിന് 3.5 വർഷം മുമ്പ് പാലിയോടൊരു ശബ്ദം കേൾക്കും. അതാ ഈ കൺവെൻഷൻ. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. ഇതാ കർത്താവിന്റെ വരവ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഇവിടെ കയറി വരുവേ എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അടുത്തത് അവർ മേഘത്തിൽ അവർ കാലൂന്നി നിന്ന് മേഘത്തിൽ പോയി. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് 3.5 കൊല്ലം മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടന്നവരെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം ഈ തലമുറയിൽ അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ആലിക്കോടെന്ന് കരമുയർത്തിയാട്ടെ. എല്ലാ കരങ്ങളും ഉയരട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. കരമുയർത്തുന്നവർക്കായി അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം. കരമുയർത്തുന്നവർ, രക്ഷിക്കപ്പെട്ടവർക്ക്, നശിച്ചു പോകുന്നവർക്ക് ബോധത്വം, രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്ക് ദൈവശക്തി. 9G ഇന്റർനെറ്റിനകത്ത് ഹാനോക്കും ഏലിയാവിൻ്റെ ശവം ഉയർത്തെഴുന്നേറ്റ് കാകളത്തിങ്കൽ അവർ എടുക്കപ്പെടുന്നതിന് മുമ്പ് 3.5 കൊല്ലം മുമ്പ് തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. അവസാനിപ്പിക്കാൻ പോവുക. 2ാമത് രാത്രിയിൽ സത്യവചനം കർത്താവിൻ്റെ വരവ്. ലോക സംഭവങ്ങളും ആലിക്കോടിനി ആർക്കും മിണ്ടാൻ പറ്റത്തില്ല. വചനം കേട്ടില്ലെന്ന് നിങ്ങൾ പറയരുത്. ഇന്നത്തെ ലോക സംഭവങ്ങളും കർത്താവിൻ്റെ വരവ് അടുക്ക് പണിയാട്ടി ഞാൻ പ്രസംഗിക്കുക. പണ്ടൊരിക്കൽ ഞാനിവിടെ വന്ന് ഇതുപോലെ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ച പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും പത്രത്തിലും ടി വിയിലും കണ്ടു. ഇനി പ്രസംഗിക്കുന്നതും കാണാൻ പോകുന്ന അങ്ങനെ ഒരു കാലത്തിലേക്ക്. ഇന്ന് രാത്രി കപ്പൽ മുങ്ങാറായി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ടൈറ്റാനിക് നാളെ രാത്രി പറയാം. ടൈറ്റാനിക്കിന്റെ പ്രത്യേകത എന്തായിരുന്നെന്ന് അറിയാമോ? 1910 ഏപ്രിൽ മാസം 10-ാം തീയതി യാത്രയായി. എവിടുന്ന്? സതാംപ്ടൺ തുറമുഖത്ത് നിന്ന്. എൻ്റെ പ്രസംഗം അതല്ല. 50,000 ഹോഴ്സ് പവറുള്ള എഞ്ചിനുള്ള ടൈറ്റാനിക്. അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ സ്മിത്ത്. 357 നീളം, 87 വീതി, 52 അടി ഉയരം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. സ്വോത്രം. ടൈറ്റാനിക് കപ്പൽ കാട്ടും പാട്ടവുമായി 4-ാം ദിവസം നോക്കിയപ്പോൾ മഞ്ഞുമല. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അയ്യോ അതിനകത്ത് കപ്പലുള്ളവർ സാറേ മഞ്ഞുമല, അതിനകത്ത് പോകരുത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വോത്രം. ഒന്നും നടക്കത്തില്ല. ദൈവം വിചാരിച്ചാലും നടക്കത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ടൈറ്റാനിക് യാത്രയെ ചെറുപ്പക്കാരാ നിങ്ങൾ കേൾക്കണം. അത് കന്നി യാത്രയിൽ ഹല്ലേലൂയ ഐസ് മലയിൽ ഇടിച്ച് അവിടെ തകർന്നു. സ്വോത്രം. എൻ്റെ പ്രസംഗം അതല്ല. ടൈറ്റാനിക്ക് തകർന്നപ്പോൾ ഏറ്റവും മേളിലെ മെസ്സ് ചാപ്പാട് കഴിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ നിൽപ്പുണ്ട്. അവൻ്റെ പിടി കിട്ടി. താഴെ അവൻ്റെ മുറിയുണ്ട് കപ്പലിനകത്ത്. $3 ലക്ഷം തലയുടെ കീഴിയിരിക്കുന്ന തലങ്ങടെ. അവൻ ആലോചിച്ചു, ഇപ്പം ഞാൻ ഓടിപ്പോയാൽ $1 എടുക്കാം. പക്ഷെ അവനെ വിചാരിച്ചു, ഞാൻ താഴെ പോകുമ്പോൾ കടൽ വെള്ളത്തിലായാൽ എനിക്ക് രക്ഷയില്ല. ആ സമയത്ത് അവൻ്റെ മുൻപിൽ ഒരു കാര്യം കണ്ടു. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഒരു ലൈഫ് ജാക്കറ്റ് അവിടെ കിടക്കുന്നു. മേശപ്പുറത്ത് 3 ഓറഞ്ച് പരിപ്പുണ്ട്. അവൻ ആ കഥ വായിച്ച് ഞാൻ കരഞ്ഞുപോയി. ആ 3 ഓറഞ്ച് പാൻറ്റിനകത്ത് എടുത്തിട്ട് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് അവൻ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ടു. ആ ഇംഗ്ലീഷുകാരൻ എഴുതിയതാ $3 ലക്ഷം വേണ്ടി. കപ്പലിൻ്റെ അടിത്തട്ടി ഞാൻ പോയിരുന്നെങ്കിൽ അറ്റ്ലാന്റിക്കിലെ ഉപ്പുവെള്ളത്തിൽ ഞാൻ തീർന്നേന്. എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ 9ാമത് കൺവെൻഷൻ്റെ 2ാമത് രാത്രിയിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പച്ചാമ്മച്ചി പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാരല്ല. ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ അരിമത്തേക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്ന അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബലക്കറ്റെ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ 2ാമതും വരാറായി. ഇസ്രായേല്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നിർത്താം.
ഒരു വാതിൽ പരിചയപ്പെടുത്തുന്നു. മത്തായി 7:13-14. 5 മിനിറ്റ് അധികമായി എങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. വായിക്കാം ഒരു വാക്കൂടെ. മത്തായി 7:13-14 വാക്യങ്ങൾ വായിച്ചാട്ട് മക്കളെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ. അയ്യോ, ആലിക്കോടെ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ചു പോകുന്ന നാശത്തിലേക്ക് പോകുന്ന വാതിൽ. വായിച്ചാട്ട് മോളെ. വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകമാകുന്നു. സ്തോത്രം. എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ. ഇടുക്കവും വഴി ഞെരുക്കവും അതിൽ കൂടി കടക്കുന്നവർ. വായിച്ചാട്ട് മക്കളെ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. 99 ആടുകളെ വിട്ട് കാണാതെ പോയ ഒരാടിനെ തെരഞ്ഞു വന്ന നല്ല നാഥൻ ഈ കൺവെൻഷനകത്ത് നരകത്തിന്റെ വാതിലല്ല, ഇടുക്കുവാതിൽ കൂടി വേദനയോടെ കടക്കുന്നവരെ ചേർക്കാൻ വരാറായി. കരമുയർത്തുന്നവർക്കായി 99 ആടിനെ വിട്ട് കാണാതെ പോയ ആടിനെ തെരഞ്ഞു വന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിലുകൾ നിന്നെ മുട്ടി വിളിക്കുന്നു. നാളെ രാത്രി കൂടെ ഈ കൺവെൻഷനുള്ള മക്കളെ 9 വർഷമായി വചനം കേട്ടിട്ട് ഇന്ന് രാത്രി യേശുവിനെ കാണ്. കാൽവറിയിലെ ക്രൂശീകരണം എല്ലാവർക്കും അറിയാം. 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി ഒരുവനുണ്ടായിരുന്നു യൂദായ്ക്ക് എത്ര അവസരം കൊടുത്ത അമ്മാമ്മ. ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. 5 അവസരം സ്വർഗം കൊടുത്തു. എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോട് കൂടെ പന്തിയിലിരിക്കുന്നവൻ, ആ മനുഷ്യൻ ജനിക്കാതെ ഇരിക്കുന്നെങ്കിൽ 4ാമത് മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുന്ന കാൽവറി. എൻ്റെ നാഥൻ അവസാനമായി പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. 30 വെള്ളിക്കാശ് അക്കൽദാമയിൽ പുരോഹിതന്മാരുടെ മുൻപിൽ കൊണ്ടിട്ടിട്ട് അവന് കാൽവറി പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞെങ്കിൽ അവൻ്റെ മുൻപിൽ മരണമില്ലായിരുന്നു. സ്വത്രം. പുരോഹിതന്മാരുടെ മുൻപിൽ കാശ് വലിച്ചെറിഞ്ഞിട്ട് യൂദാ എവിടെ പോയെന്നറിയാമോ? സ്വത്രം. ഒരു മരത്തിനകത്ത് കയറി അവൻ കെട്ടിഞ്ഞാന്നു. മരക്കൊമ്പ് പൊട്ടിയോ എനിക്കറിയത്തില്ല. അവൻ താഴെ വീണ് അവൻ്റെ കുടൽമാല ചിതറി. വചനം കേൾക്കണം, അവസരം നഷ്ടപ്പെടുത്തരുത്. എന്നാൽ കാൽവറിയിൽ 2 കള്ളന്മാർ, അതിൽ ഒരു കള്ളൻ യേശുവിനെ പഴിച്ച്, അയ്യോ നീ രാജാവെങ്കിൽ നീ ആദ്യം താഴെ ഇറങ്ങ്, ഞങ്ങളെയും രക്ഷിക്കാൻ പറഞ്ഞു. മറ്റൊരു കള്ളൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കള്ളനോട് പറഞ്ഞു, മിണ്ടരുത്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല. നമ്മൾ കുറ്റം ചെയ്തതാ. അവൻ ആ വാക്ക് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മുഖത്തൊന്നുകൂടെ നോക്കി. അവന് പിടികിട്ടി, യവൻ ഇവിടെ തീർന്നാലും ശലോമോൻ പാസ്റ്റർ രാജാവായിട്ട് അവൻ വരും. സ്വത്രം. അതാ കാഴ്ചപ്പാട്. വചനം കേട്ടവൻ ചങ്കിനകത്ത് വചനം എടുത്തുകൊണ്ട് പറഞ്ഞു, യേശുവേ ഇപ്പോൾ വേണ്ട, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെയും ഓർക്കണമേ. യേശു പ്രാണനെ വിടുന്നതിന് മുമ്പ് ഞങ്ങളാന്നേ പറഞ്ഞേര് ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ കൗൺസിലിൽ ചോദിക്കണം, സിയോൻ സംഘത്തിൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം, ഉപദേശിയുടെ പേപ്പർ മേടിക്കണം. യേശു ഒന്നും പറഞ്ഞില്ല. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി ഇതാ സത്യവചനത്തിന്റെ സന്ദേശം. യൂദാ 3.5 വർഷം അപ്പം തിന്നു, അത്ഭുതം ചെയ്തു, കെട്ടി ഞാന്ന് ചാത്തു. സെക്കൻഡ് കൊണ്ട് യേശുവിൻ്റെ മുഖത്ത് നോക്കിയവൻ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നു. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വഴിയിൽ വെച്ച് എല്ലാ കരങ്ങളും ഉയർത്തട്ടെ. പട്ടുപോകാതിരുപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ കരമുയർത്തുന്നവർക്കായി ചുംബിപ്പി. അവൻ വരാറായി. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടട്ടെ, സ്നാനത്തിന് തീരുമാനമെടുക്കുന്നവർ ഈ ദിവസങ്ങൾ സ്നാനപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവജനത്തെ ചേർക്കുവാൻ യേശു വരാറായി. എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. മഴയൊക്കെ അവസാനിച്ചു. നമ്മുടെ കരങ്ങളടിച്ച്, ആയിരങ്ങൾ വേണ്ട, ഇവിടെ കുറച്ച് പേരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ശാലേമന്റെ രാജൻ വരാറായി, സമാധാനത്തിന്റെ പ്രഭു വരാറായി. എല്ലാ കരങ്ങളും അടിച്ച് രീക ചാണക ബൗദ്ധ മനാദന വന്തൽ കമന അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് നമ്മുടെ കർത്താവ് വരാറായി. വീശുക ഈ തോട്ടത്തിനുള്ളിൽ. എല്ലാ കരങ്ങളും അടിച്ച് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി വരും. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. യെസ്, ശക്തിയോടെ ഈ രാത്രി. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ
ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരൻ ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവീരൻ ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. കക്ഷിത്വം ഇടിച്ചു കളകാൻ, സ്നേഹത്താലും നിൽക്കാൻ വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. കക്ഷിത്വം ഇടിച്ചു കളകാൻ, സ്നേഹത്താലും നിൽക്കാൻ വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ശാലേം രാജൻ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറി ഓടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ഭൂതങ്ങൾ അലറി ഓടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ദീപത്തികൾ തെളിയിച്ചു കൊള്ളുക, എന്ന പാത്രം കവിഞ്ഞിടട്ടെ. ദീപത്തികൾ തെളിയിച്ചു കൊള്ളുക, എന്ന പാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടൊത്ത് എല്ലാ കാര്യങ്ങളും പഠിച്ചുമ്പോ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ശോഭയുള്ള കൂട്ടരോടൊത്ത് വിളിക്കുമ്പോ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ശാലേം രാജൻ ആലിക്കോട് മണ്ണടിക്കോണമേ യേശു വരാറായി. രാത്രികോളിൽ മനശേഖ ഉദാസരാഗാരി വശഗന സോദരാ ഓശകേ ദിവാൽ വെക്കിടാ ലിബിരാ ശഗന ദിബിബച്ചിദരാ നബരാ എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാണ്. ഗയാദരാവശേഗന ദിരവശേദന ദിരഫെരിബരാ ദരക്ഷഗനദ ഓ രാജാജി വൈസരലോയി യേശമേന ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാണ്. ഒരു നിമിഷം മക്കളെ, ആഗാർ വീട്ടിൽ നിന്നിറങ്ങി. എല്ലാവരും ഇത് കേൾക്കണം. അവളുടെ കയ്യിൽ അബ്രഹാം കൊടുത്ത വെള്ളമുണ്ട്, ഒരു കുഞ്ഞും കൂടെയുണ്ട്. വെള്ളം തീർന്നു പോയി അമ്മച്ചി. ആ കുഞ്ഞിനെ കുറുങ്കാട്ടിലിട്ടിരിക്കുക. ആ ഹാഗാർ മുട്ടുമടക്കി. 2 മരണം ഉറപ്പ. 1, ആദ്യം ആ കുഞ്ഞു മരിക്കും. 2, ഹാഗാറും മരിക്കും.
അവൾ ആ മരുഭൂമിയിൽ മുട്ടുമടക്കി. ബേർശബ മരുഭൂമിയാണ്. സയൻസ് പഠിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. 1/2 കിലോമീറ്റർ ചെന്നാലും വെള്ളം കിട്ടത്തില്ല. അമ്മയുടെ കണ്ണുനീർ അവിടെ വീണു. സ്വർഗത്തോട് പറഞ്ഞ, പാ ഞങ്ങൾ 2 പേര്, ആദ്യം കുഞ്ഞ് ഞാനും, എൻ്റെ കുഞ്ഞിന് ദാഹം തീർക്കാൻ ഒരു ഉറവ തരുമോ? എനിക്ക് ഒരടി നടക്കാൻ വയ്യ. കൺവെൻഷൻ്റെ 2ാമത് രാത്രി ഒരു ഭാരമേറിയ വിഷയത്തോടെ, സഹോദരി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് നിറയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറക്കും. അച്ചായ ഇന്ന് രാത്രി ഞങ്ങളുടെ ആരുടെയും കരം വേണ്ട. ഹാഗാറിന്റെ കണ്ണുനീരിനകത്തിറങ്ങി വന്ന കരം അവിടെ വരും. കിണർ വെട്ടാൻ ആള് വന്നില്ല, കുഴിക്കാൻ ബോർവെല്ലുകാർ വന്നില്ല, ഒരു പൈപ്പ് ലൈൻ ഇടേണ്ടി വന്നില്ല. അമ്മ മുട്ടുമടക്കിയപ്പോൾ കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ ഒരു ഉറവ തുറന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രി പറയണം, കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം ചെയ്ത കർത്താവ് എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു ഉറവ തുറക്കും. കരമുയർത്തുന്നവർക്കായി എൻ്റെ രോഗത്തിൽ ഒരു ഉറവ തുറക്കും, എൻ്റെ മക്കളുടെ വിഷയത്തിൽ ഒരു ഉറവ തുറക്കും, എൻ്റെ കടഭാരത്തിൽ ഒരു ഉറവ തുറക്കും, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു ഉറവ തുറക്കും, എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ ഒരു ഉറവ തുറക്കും, എൻ്റെ മക്കളുടെ അഡ്മിഷനകത്ത് ഒരു ഉറവ തുറക്കും. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കൺമണ്ണി പോലെ നിന്നെ കാക്കുന്ന ദൈവം. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. കരങ്ങൾ ഉയരട്ടെ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ഒരിക്കൽ കൂടി അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജീ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജീ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് തളരുകയോ ഇനി സഹജീ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജീ. ഒരിക്കൽ കൂടി നിന്നെ വിളിച്ചവൻ, നിന്നെ വിളിച്ചുള്ളോ കൈവിടത്തില്ല. അമ്മച്ചേ കൈവിടത്തില്ല. കാത്തിടുമേ അന്ത്യം വരെ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ താങ്ക് യു ലോർഡ്. നീ തളരുകയോ ഇനി സഹജീ. ഒരിക്കൽ കൂടി അഴലേറും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജീ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും അതിശക്തിയോടെ കർത്താവിൻ്റെ ദാസൻ ഈ ദേശത്തോട് അറിയിച്ചു. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേട്ട ആരെങ്കിലും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ഇതിനകത്തോ പുറത്തോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, കർത്താവെ എന്നെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവിടുത്തെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു, അവിടുന്ന് എൻ്റെ ദൈവമായി എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാൽ ഇന്ന് രാത്രിയിൽ അവരുടെ ഉള്ളിൽ കർത്താവ് വരും. അവരുടെ നരകത്തിലേക്കുള്ള യാത്ര അവസാനിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള പാസ്പോർട്ട് അവർക്ക് ലഭിക്കും. ഇന്ന് രാത്രിയിൽ ആരാണതിന് താല്പര്യപ്പെടുന്നത്
അവർ ഹൃദയം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളിലേക്ക് വരണമേ കർത്താവേ, എൻ്റെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായി വിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അല്ല കർത്താവിൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, അവരെ പൂർണ്ണമായി വിടുവിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ, ദൈവിക രക്ഷയിലേക്ക് നയിക്കണമേ. കർത്താവിൻ്റെ വലിയ കൃപ അവരുടെ മേൽ പകരേണ്ടതിനായി സ്തോത്രം. നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാസ്റ്റർ ജോയി ഐവൻ രാജ് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്വർഗ്ഗം നല്ല കർത്താവേ, ഈ അനുഗ്രഹമേറിയ ഈ സുവിശേഷ യോഗം ഈ ദേശത്തിൽ വിടുതലായനായി സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം ശ്രീപ്പാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ അഭിഷേകത്തിന് അധികാരപ്പെടുത്തതയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. രാത്രി കടന്നു വന്ന ജനത്തെ ഇവിടെ നിറച്ചതയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. നാളത്തെ രാത്രിയിലും കർത്താവെ ഞങ്ങളുടെ ദിവസത്തിൽ കർത്താവെ ഞങ്ങളെ സമർപ്പിപ്പാൻ കർത്താവ് അധികമായി സഹായിക്കുമാണ്. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ കർത്താവെ സന്നിധിയിൽ ഞങ്ങളെ ക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇത് രാത്രി കർത്താവ് ഞങ്ങൾക്ക് പ്രകൃതി അനുകൂലമാക്കി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാടുവാൻ കൃപ നൽകിയതിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ കൺവെൻഷൻ ദേശത്തിൽ കർത്താവെ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയതേക്കായി സ്തുതിക്കുന്നു കർത്താവ്. രാത്രി അവിടെ ഞങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞേക്കണേ കർത്താവെ. അവിടുത്തെ കൃപയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ഇവിടുത്തെ എല്ലാ ആത്മീയ നന്മകൾക്ക് നന്ദി പറയുന്നു കർത്താവെ. അവിടുത്തെ കാര്യങ്ങൾ സമ്പൂർണ്ണമായി താട്ടി സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ സമാധാനത്തോടെ പറഞ്ഞേക്കും. ക്രിസ്തയേശു തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ആശീർവാദത്തോടെ നമുക്ക് മടങ്ങാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തയേശുവിൻ്റെ കൃപയും നിത്യവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം ഏവരോടും, വചനം കേട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന ഏവരോടും, തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തോടും ദൈവോദരം സംസാരിച്ച കർത്താവിൻ്റെ അഭിഷിക്തനോടും ഈ സ്ഥലം സഭയോടും അതിന് നേതൃത്വം വഹിക്കുന്ന കർത്തൃദാസനോടും കുടുംബത്തോടും ഇപ്പോൾ മടങ്ങിപ്പോകുന്ന ദൈവജനത്തോടും എന്നും എന്നേക്കും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കൂടി വന്ന എല്ലാവർക്കും